بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا نساء النبي لستن كأحد من النساء إن اتقيتن فلا تخضعن بالقول فيطمع الذي في قلبه مرض وقلن قولا معروفا. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ ഉത്ബോധിപ്പിക്കപ്പെടുന്ന ഒരു സമയത്തിനും സന്ദർഭത്തിനും സാക്ഷികളാകുവാൻ അള്ളാഹു നമുക്ക് ഇവിടെ ഒരു അവസരം നൽകിയിരിക്കുകയാണ്. ഒരു സ്ത്രീ ഇതുപോലെയുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ എത്തിപ്പെടുക എന്നത് വളരെ ത്യാഗമുള്ള ഒരു പ്രവൃത്തിയാണ്. കാരണം നമ്മൾ നിരന്തരമായി പരിചരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ വീട്ടിൽ നിന്നും ഒന്ന് പുറത്തിറങ്ങണമെങ്കിൽ, വീടൊന്ന് പൂട്ടിയിറങ്ങണമെങ്കിൽ അത് വളരെ അധ്വാനമുള്ള ഒരു കാര്യമാണ്. അതിലുപരി ഇതുപോലെ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്ത് എത്തിപ്പെടുക എന്നതിനും നമ്മുടെ ഭർത്താവിൻ്റെയോ മക്കളുടെയോ സഹോദരങ്ങളുടെയോ ഒക്കെ സേവനം നമുക്ക് ആവശ്യമാണ്. ഏതായിരുന്നാലും അങ്ങനെയുള്ള എല്ലാ പ്രയാസങ്ങളും തരണം ചെയ്ത് നിങ്ങളിവിടെ എത്തിയിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് മലപ്പുറം ജില്ലയുടെ ഒരറ്റത്ത് നിന്നും എനിക്കും ഇവിടെ എത്തുവാൻ അള്ളാഹു ഒരു തൗഫീഖ് പ്രദാനം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും മനസ്സിന് വിഷമം തോന്നാതിരിക്കാൻ ഞാൻ ആമുഖമായി ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. ഞാനും നിങ്ങളും എല്ലാവരും ആഗ്രഹിക്കുന്നത് ഈ സംസാരം നമുക്കെല്ലാവർക്കും പ്രയോജനപ്പെടുന്ന രൂപത്തിൽ ഇതിവിടെ നടക്കണം എന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് ഫലപ്രദമായി നിർവഹിക്കാൻ പറ്റാതെ വന്നാൽ എനിക്ക് വിഷമം വരും. ഇത്ര യാത്ര ചെയ്ത് വന്നിട്ട് നല്ല രൂപത്തിൽ അത് നിർവഹിക്കാൻ പറ്റിയില്ലല്ലോ എന്ന ഒരു വിഷമം എനിക്ക് വരാതിരിക്കുവാനും, വളരെ പ്രയാസപ്പെട്ട് ഇവിടെ എത്തിയ സഹോദരിമാർക്ക് ഇത് കേൾക്കുന്നതിന് നമ്മൾ ഒരിക്കലും തടസ്സമുണ്ടാക്കരുത്. അതുകൊണ്ട് നമ്മൾ വരുമ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ കുട്ടികളുണ്ടാവും. അത് സ്വാഭാവികമായ കാര്യമാണ്. അവർ കരയുന്നതോ ശബ്ദമുണ്ടാക്കുന്നതോ എന്നും നമ്മുടെ സദസ്സിനൊരു പ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ല. അത് സ്വാഭാവികമായും ഒരു കുട്ടി കരയുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതേ ഉള്ളൂ. പക്ഷേ നമ്മൾ പൊതുവേ ഇനി വരുന്ന ആളുകൾക്ക് ഇരിക്കാവുന്ന രൂപത്തിൽ നമ്മുടെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ
തടസ്സം നേരിടാത്ത രൂപത്തിൽ നിങ്ങൾ അവർക്ക് വഴി സൗകര്യപ്പെടുത്തി കൊടുക്കാനും പരമാവധി ഇനി ഉള്ള സമയം നമ്മൾ ഈ ക്ലാസ് ശ്രദ്ധിക്കുവാനും സമയം കാണണം. ഇതൊരു സൽക്കർമ്മമായി അള്ളാഹു നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. സഹോദരിമാരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഈ കാര്യങ്ങൾക്കെല്ലാം പ്രേരിപ്പിക്കുന്ന, നമ്മളെ ഇതിനെ പ്രചോദിപ്പിക്കുന്ന, നിങ്ങളിപ്പോൾ ധരിച്ചിരിക്കുന്ന ഈ വേഷങ്ങളും നമ്മൾ എന്ന് ളുഹറിന് നമസ്കരിച്ച നമസ്കാരവും നമ്മളെല്ലാവരും ഈ ഒരു മഹത്തായ സദസ്സിലേക്ക് വന്നതും എല്ലാം, ഇതിൻ്റെ പിന്നിലെല്ലാം നമ്മുടെ മനസ്സിലുള്ള വലിയ ഒരു വിശ്വാസത്തിൻ്റെ പിന്തുണയുണ്ട്. നമ്മുടെ മനസ്സിലുള്ള വിശ്വാസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം മരിച്ചാൽ നമ്മൾ രണ്ടാമത് തിരിച്ചു വരും എന്നുള്ളതാണ്. ഇതെനിക്കും നിങ്ങൾക്കും സംശയമില്ലാത്ത ഒരു കാര്യമാണ്. ഒരു പക്ഷേ നമ്മളോട് പരലോകത്തെക്കുറിച്ചൊരു ഖുർആനിക വചനമോദി അർത്ഥം പറയാൻ പറഞ്ഞാൽ നമുക്കൊരു പക്ഷേ പറ്റിയില്ലായിരിക്കാം. പക്ഷേ ആ വിശ്വാസം അതിശക്തമായി നമ്മുടെ മനസ്സുകളിൽ നിലനിൽക്കുന്നുണ്ട്. ചില സന്ദർഭങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാകും. നമ്മുടെ വീട്ടിൽ സാധനങ്ങൾ വിൽക്കുന്നതിന് വേണ്ടി ഒരാൾ വന്നു എന്ന് നിങ്ങൾ വിചാരിക്കും. പൊതുവേ സ്ത്രീകൾ മാത്രമാകുമ്പോൾ അത്തരം ആളുകളിൽ നിന്നും അവരെ വീട്ടിലേക്ക് കയറ്റുകയോ അവരിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നതാണ് സുരക്ഷ. നമുക്ക് എല്ലാവർക്കും അറിയാം. സ്വാഭാവികമായും ആവട്ടെ, നിങ്ങളുടെ ഭർത്താവ് ഉള്ള സമയത്ത് തന്നെ ഒരാൾ വരികയും നമ്മൾ അയാളുമായി സാധനം വാങ്ങുന്ന സമയത്ത് അയാൾ 100 രൂപ പറഞ്ഞ ഒരു സാധനം അവസാനം നമ്മൾ പറഞ്ഞ് വിലപേശി ഒരു 10-20 രൂപക്ക് നമ്മളത് വാങ്ങി എന്ന് വിചാരിക്കും. നിങ്ങൾ 100 രൂപയുടെ സാധനം ഒരു 20 രൂപക്കാണ് നമ്മൾ വാങ്ങിയത്. അദ്ദേഹം തിരിച്ചു പോയതിന് ശേഷം നമ്മുടെ മനസ്സിൽ ചെറിയൊരാശങ്ക, നമ്മൾ അയാളെ പറ്റിച്ചോ, ഇത്രയും വലിയ നഷ്ടം അയാൾക്ക് ഞാൻ വരുത്തിയോ, ഞാൻ അയാളുടെ ഒരു അനീതി ചെയ്തോ എന്ന് നമ്മുടെ മനസ്സിൽ തോന്നുമ്പോൾ ഒരു ചെറിയ വേദന. അയാൾ തന്നതാണ്, ചോദിച്ചു തന്നതാണ്, വില പറഞ്ഞു തന്നതാണ്. എങ്കിലും ഒരാളോടൊരു തെറ്റു ചെയ്തോ എന്ന് തോന്നുമ്പോഴേക്കും മനസ്സിനൊരു വേദനയുണ്ടാവാൻ കാരണം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയോ നമ്മുടെ മുന്നിൽ ഒരു നാൾ വരാനിരിക്കുന്ന ഒരു തുലാസും കവാടങ്ങൾ തുറക്കാനിരിക്കുന്ന ഒരു നരകവും എല്ലാവരും അടച്ചു മണ്ണിട്ട് പോകുന്ന ഒരു ഖബറും അവിടുത്തെ ജീവിതാനുഭവങ്ങളുമെല്ലാം ആരൊക്കെയോ പറഞ്ഞു കേട്ടതോ പ്രസംഗങ്ങളിൽ കേട്ടതോ മാതാപിതാക്കൾ പറഞ്ഞു കേട്ടതോ ആയ ഒരു ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ട്. ചിലപ്പോഴൊക്കെ സ്വന്തം മക്കളോടാവാം, അല്ലെങ്കിൽ ഭർത്താവിനോടാവാം. ചെറുതായി ഒന്ന് വഴക്കടിച്ചാൽ മനസ്സിനൊരു വല്ലാത്ത പ്രയാസം തോന്നാൻ കാരണം അതിൽ ഞാനൊരു തെറ്റു ചെയ്തോ, ഒരു കുറ്റം എൻ്റെ അടുക്കൽ സംഭവിച്ചു പോയോ എന്ന വേദനയാണ്. ഈ അടുത്ത 2-3 ആഴ്ചകൾക്ക് മുമ്പ് ഒരു 10, 40, 45 വയസ്സായ ഒരു സ്ത്രീ, വർഷങ്ങളോളമായി അവർ മാനസിക രോഗത്തിന് മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അവർക്കൊരു മാനസിക അസുഖത്തിൻ്റെ കാരണങ്ങൾ? മരുന്ന് കുടിച്ചിട്ടൊന്നും മാറുന്നില്ല. അപ്പോൾ ഇതൊന്ന് ശാശ്വതമായി മാറിക്കിട്ടാൻ, രാവിലെ കുട്ടികൾ സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ അവർക്ക് ഭക്ഷണങ്ങളാക്കി കൊടുക്കാൻ പറ്റുന്നില്ല, ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ ഭർത്താവിനെ സ്വീകരിക്കാൻ പറ്റുന്നില്ല, സമയത്ത് ഉണരാൻ പറ്റുന്നില്ല, നിരന്തരമായി മാനസിക രോഗങ്ങൾക്കുള്ള ഗുളിക കുടിച്ച് വളരെ പ്രതിസന്ധിയിലും പ്രയാസത്തിലുമാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വെറുതെ അവരോട് കഴിഞ്ഞ കുറച്ച് കാലഘട്ടത്തിലെ സംഗതികൾ ഇങ്ങനെ ചോദിച്ചറിഞ്ഞപ്പോൾ നോക്കൂ നിങ്ങൾ, ആ സ്ത്രീക്ക് മാനസിക രോഗം വരാനുണ്ടായ കാരണം ഒരു വലിയ തറവാട് വീട്ടിൽ തൻ്റെ ഭർത്താവിൻ്റെ മാതാവിനെ ഒറ്റയ്ക്ക് പരിചയിച്ചു കൊണ്ടാണ് അവരവിടെ ജീവിക്കുന്നത്. ഏതോ ഒരു ഉൾപ്രദേശത്ത് ഒരു വലിയ തറവാട് വീട്, അയൽവാസികൾ പോലുമില്ല. അങ്ങനെ വളരെ ദീർഘകാലം, കല്യാണം കഴിഞ്ഞ നാൾ മുതൽ ധാരാളം മക്കളുണ്ടായിട്ടും ഇവർ മാത്രമാണ് ആ സ്ത്രീയെ പരിചരിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സ്വന്തം വീട്ടിലേക്ക് പോലും അവർ പോവാറില്ല. കാരണം അങ്ങനെ പോയാൽ ഈ വയസ്സായ സ്ത്രീ ഇവിടെ ഒറ്റയ്ക്കാവും. അതുകൊണ്ട് അവരെ പരിചരിക്കാൻ വേണ്ടി മാത്രം ജീവിതത്തിൻ്റെ സമയവും സന്ദർഭങ്ങളും നീക്കിവെച്ച് തൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോലും സമയത്ത് പോകാതെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ജീവിക്കാൻ. അങ്ങനെ എന്തോ ഒരു അത്യാവശ്യ സംഗതി വന്നപ്പോൾ അവർ അവരുടെ വീട്ടിലേക്ക് പോയി. അവർ വീട്ടിലെത്തിയ ഉടനെ ഫോൺ വന്നു, ഇവർ മരിച്ചു എന്ന ഫോണ്. ആ വാർത്ത കിട്ടിയ നിമിഷം മുതൽ അവർ മാനസിക രോഗിയാണ്. കാരണം ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല, ആ സ്ത്രീയെ പരിചരിക്കലായിരുന്നു അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദൗത്യം.
പക്ഷേ മരിക്കുന്ന സമയത്ത് എനിക്ക് ഉണ്ടാകാൻ പറ്റിയില്ലല്ലോ എന്ന ഒരു വേദന, ഇത്ര കാലം ഞാൻ പരിചരിച്ചിട്ട് ആ മരിക്കുന്ന സമയത്ത് എനിക്ക് ഉണ്ടാകാൻ പറ്റിയില്ലല്ലോ എന്നൊരു മനപ്രയാസം അവരെ രോഗിയാക്കിയിരിക്കുകയാണ്. ഇപ്പം എന്താ പേരിൽ ഇത്ര വിഷമിക്കാനുള്ള കാര്യം നോക്കുള്ളൂ. അവർ പറയുന്ന മറുപടി എന്താണെന്ന് വിചാരിച്ചാൽ, ഇവരൊക്കെ നോക്കൽ നമ്മളെ ദീനിയായ കടമയല്ലേ. അപ്പം അവർ മരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരു കാര്യവും എൻ്റെ ഒരു ഇഷ്ടത്തിനും വേണ്ടി എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മാനെയും വാപ്പാനെയും കാണാൻ വേണ്ടി ഞാൻ പോയപ്പോൾ അവർക്ക് ആ മരണസമയത്തുള്ള പരിചരണങ്ങൾ കൊടുക്കാൻ എനിക്ക് പറ്റിയില്ലല്ലോ എന്ന വേദന, കുറ്റബോധം. എന്താ ഈ കുറ്റബോധത്തിൻ്റെ പിന്നിലുള്ളത് സഹോദരിമാരെ? നമ്മൾ പരലോകത്ത് ഒരു ജീവിതമുണ്ട്, അവിടെ നമ്മുടെ മുഴുവൻ കർമ്മങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും നാളെ ഒരു വിചാരണയും സ്വർഗവും നരകവുമുണ്ട് എന്നൊരു ബോധം എൻ്റെയും നിങ്ങളുടെയും എല്ലാം ഹൃദയങ്ങളിൽ നിലകൊള്ളുന്നുണ്ട്. ഒരല്പം കൂടെ അതിനെക്കുറിച്ചൊരു ഗൗരവബോധം നമുക്കുണ്ടായാൽ ഞാൻ അധികം ഇവിടെ പ്രസംഗിക്കേണ്ടി വരില്ലെന്നതാണ് വസ്തുത. നമുക്കത് ബോധ്യപ്പെട്ടാൽ നമുക്കൊക്കെ അറിയുന്ന കുറേ കാര്യങ്ങളുണ്ട് ദീനിയായിട്ട്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അങ്ങോട്ട് നടപ്പിലാക്കി ജീവിക്കേണ്ട ഒരാവശ്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഞാൻ ചിന്തിക്കുന്നത്, നമ്മൾ ആരെങ്കിലും നമ്മുടെ അടുത്ത ബന്ധുക്കളോ കുടുംബങ്ങളോ ആയ ആളുകൾ, വാപ്പയോ ഉമ്മയോ അങ്ങനെ ബന്ധപ്പെട്ട ആരെങ്കിലും ഒന്ന് മരിച്ചു കിട്ടിയെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുമോ? ഒരിക്കലും അങ്ങനെ ആഗ്രഹിക്കൂല. അവരൊക്കെ എന്നും നമ്മുടെ കൂടെ ജീവിച്ചിരിക്കണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുക. എന്നാൽ ഒരിക്കലും സഹിക്കാനാവാത്ത വേദനകളും ദുരിതങ്ങളും അനുഭവിച്ചുകൊണ്ട് രോഗത്തിൽ അകപ്പെട്ടു പോയി നമ്മുടെ മാതാപിതാക്കളെന്ന് നിങ്ങൾ സങ്കല്പിക്കൂ. അപ്പോൾ നമ്മൾ ആ രോഗി കിടക്കുന്ന റൂമിലേക്ക് ചെല്ലുമ്പോഴെല്ലാം അവർ വേദനയോടുകൂടെ വിഷമത്തോടുകൂടെ കിടക്കുന്നതാണ് നമ്മൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ കാണുമ്പോൾ എങ്ങനെയാണ് ഈ വേദനയ്ക്കൊരു പരിഹാരം? മരുന്ന് കൊടുത്തിട്ട് കാര്യം കാണുന്നില്ല, എന്തു ചികിത്സകൾ നടത്തിയിട്ടും ഈ വേദനയും ദുരിതങ്ങളും അവസാനിക്കുന്നില്ല. അവസാനം ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷത്തിൽ അവർ കിടക്കുന്നത് കണ്ടാൽ നമ്മുടെ ഉമ്മയാവാം, ഭർത്താവാകാം, വാപ്പയാകാം, ആരുമാകാം, നമ്മൾ മനസ്സിൻ്റെ ഉള്ളിൽ ആഗ്രഹിച്ചു പോകും, ഇവർ ഒരു പക്ഷേ മരണമാണ് അള്ളാഹുവേ ഇവർക്ക് നല്ലതെങ്കിൽ ഇവരെ നീ മരിപ്പിക്കും. അത്തരമൊരു നിമിഷത്തിൽ മരണം നമ്മൾ ആഗ്രഹിച്ചേക്കാം. അത് നബി സ്വല്ലല്ലാഹു നമ്മോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ ഇത് ഉദാഹരണം പറഞ്ഞത് എന്തിനാച്ചാൽ, മരണം ഒരു ആശ്വാസമാണ്, ഒരു പരിഹാരമാണ്. മരണം ഒരു പരിഹാരമാണ്. വേദനയടങ്ങാത്ത രോഗിക്ക് മരണം ഒരു പരിഹാരമാണ്. മരണം പരിഹാരമാണെന്ന് പറയാൻ കാരണം, ഒരു 140 150 വയസ്സായിട്ടും ഒരാൾ മരിക്കാതിരുന്നാൽ, ജീവിതത്തിൽ ഒന്നും നിർവഹിക്കാൻ കഴിയാത്ത, പ്രാഥമിക ആവശ്യമോ ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത ഒരാൾ അക്കോലത്തിൽ ഒരു 50 കൊല്ലോ 25 കൊല്ലോ ഇവിടെ ജീവിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അതുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, എല്ലാ തിന്മയിൽ നിന്നും എനിക്ക് നീ മരണത്തെ ഒരു വിശ്രമമാക്കി തരണമെന്ന്. മരണം ഒരു വിശ്രമമാണ്. ഞാനിത് പറഞ്ഞത് സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ ഇനിയൊരു പുനരുത്ഥാനം, ഇനി പരലോകത്തൊരിക്കൽ കൂടെ നമ്മൾ ജനിച്ചാൽ പിന്നെ നമ്മൾ ഒരിക്കലും മരിക്കൂല. നിങ്ങളത് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം മനുഷ്യൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത ഘട്ടമാണ്. ഹുവല്ലദീ ഖലഖകും തുമ്മ യുമീതുകും തുമ്മ യുഹ്യീകും തുമ്മ ഇലൈഹി തുർജഊൻ. വഹുവല്ലദീ ഖലഖകും, അവൻ നിങ്ങളെ സൃഷ്ടിച്ചു. തുമ്മ യുമീതുകും, ആദ്യം മരണമാണ്. നമ്മളെല്ലാവരും ഉമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ നമുക്ക് ജീവനില്ല. അതായത് ഒരു മരിച്ച ഒരു മയ്യത്ത് കിടത്തിയതുപോലെ ഉമ്മയുടെ ഗർഭപാത്രത്തിലെ ആദ്യ നാളുകൾ അങ്ങനെയാണ്. അങ്ങനെ പിന്നെ നമ്മുടെ ശരീരത്തിലേക്ക് റൂഹ് വന്നു, ആത്മാവ് വന്നു. ജീവൻ വരുന്നത് പിന്നീടാണ്. ജീവൻ വരുന്നത് വരെ ആ ഗർഭപാത്രത്തിൽ കിടക്കുന്നത് ഒരു ജഡമാണ്, ഒരു മയ്യത്താണ്, ഒരു ജീവനില്ലാത്താണ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. അന്ന് വന്ന ജീവനാണ് ഇന്നും നമ്മുടെ ദേഹത്തുള്ളത്. മാതാവിൻ്റെ വയറ്റിൽ വെച്ചുകൊണ്ട് എനിക്കും നിങ്ങൾക്കും വന്ന ജീവനാണ് ഇന്നും നമ്മുടെ ദേഹത്തുള്ളത്. ആ ജീവനാണ് ഇന്ന് നമ്മൾ നിലനിൽക്കുന്നത്. ഇനി നമ്മൾ മരിക്കും. ഇനി നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് പരലോകത്തൊരു വരവ് നമ്മൾ വരും. യൗമ തശഖഖുൽ അർളു അൻഹും സിറാഅ ദാലിക ഹശ്റുൻ അലൈനാ യസീർ. യൗമ തശഖഖുൽ അർളു അൻഹും സിറാഅ. ഭൂമി, ഈ ഭൂമിയിൽ കിടക്കുന്ന മുഴുവൻ, മരിച്ചു കിടക്കുന്ന മുഴുവൻ ആളുകളും, മണ്ണിൽ കിടക്കുന്ന മുഴുവൻ ആളുകളുടെയും മുകളിൽ നിന്നും അവരുടെ മേലെ നിന്നുള്ള മണ്ണൊന്നും ഇങ്ങോട്ട് മാറിക്കൊടുക്കും. എന്നാലേ മനുഷ്യന് പുറത്തേക്ക് വരാൻ പറ്റുള്ളൂ. ഖുർആനാ പറഞ്ഞത്. അതായത് കബറിൽ കിടക്കുന്ന മനുഷ്യന്റെ മുകളിൽ കിടക്കുന്ന മണ്ണ്, ഭൂമി ഒന്നിങ്ങോട്ട് മാറിക്കൊടുക്കും.
യൗമ തശഖഖുൽ അർളു അൻകും സിറാഅ ദാലിക ഹശ്റുൻ അലൈനാ യസീർ. എന്നിട്ട് മനുഷ്യനെ അള്ളാഹു തിരിച്ചു കൊണ്ടുവരും, അതെനിക്ക് എളുപ്പമുള്ള കാര്യമാണ് എന്ന്. അപ്പോൾ മണ്ണിൽ കിടക്കുന്ന മനുഷ്യൻ രണ്ടാമതൊരിക്കൽ തിരിച്ചു വരും. തിരിച്ചു വന്നാൽ പിന്നെ ഒരിക്കലും മരിക്കുന്ന പ്രശ്നമില്ല, പിന്നെ മനുഷ്യൻ മരിക്കില്ല. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഈ ദുനിയാവിൽ നമുക്ക് വരുന്നതിലേറെ ഒരു അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, നരകത്തിൽ കിടക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൻ്റെ എത്രയോ 10 മടങ്ങ് പ്രശ്നങ്ങളാണ് അയാളുടെ ശരീരത്തിനും ജീവനും നേരെ നാളെ പരലോകത്ത് വരുന്നത്. കാരണം നരകമെന്ന് പറഞ്ഞാൽ തന്നെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇനി രണ്ടാമതൊരിക്കൽ പരലോകത്ത് നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും മരിക്കില്ല. ഒക്കെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമെന്നറിയില്ല, അത്രയും വ്യക്തമായിട്ടാണ് വിശുദ്ധ ഖുർആൻ ആ കാര്യം നമ്മളോട് പറഞ്ഞത്. പിന്നെ ഒരിക്കലും മരിക്കൂല. വല്ലദീന കഫറൂ ലഹും നാറു ജഹന്നം ലാ യുഖ്ലാ അലൈഹിം ഫയമൂതു. സത്യനിഷേധികൾക്ക് നരകമുണ്ട്. ലാ യുഖ്ലാ അലൈഹിം, അവർക്കൊരിക്കലും മരണം അവിടെ വിധിക്കപ്പെടുകയില്ല. ഒരിക്കലും മരണമില്ല. അങ്ങനെ മരണം വിധിക്കപ്പെടുമായിരുന്നെങ്കിൽ അവർക്ക് മരിക്കാമായിരുന്നു. വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹാ, ആ ശിക്ഷയിൽ നിന്നും അവർക്കൊരിക്കലും ലഘൂകരിച്ചു കൊടുക്കുകയുമില്ല. ആ ശിക്ഷ അവർക്കൊരിക്കലും കുറച്ചു കൊടുക്കില്ല. നരകത്തിൽ ഇത്രയും വലിയ ദുരിതങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും ആ നരകത്തിൽ എത്ര കാലം കടന്നാലും അവർക്ക് ആശ്വാസം ഒരിക്കലും ലഭിക്കുകയില്ല. യുഗാന്തരങ്ങളോളം. ഇന്ന ജഹന്നമ കാനത് മിർസാദ ലിത്താഗീന മആബ ലാബിതീന ഫീഹാ അഹ്കാബ ലാ യദൂഖൂന ഫീഹാ ബർദം വലാ ശറാബ ഇല്ലാ ഹമീമൻ വഗസ്സാഖ. അവർ യുഗാന്തരങ്ങളോളം അവിടെ കഴിച്ചു കൂട്ടേണ്ടി വരും. ഇത്രയും ദീർഘകാലം എന്താണ് അവിടുന്ന് കിട്ടുന്നത്? ചുട്ടുതിളക്കുന്ന പാനീയങ്ങളല്ലാതെ, ചുട്ടുപൊള്ളുന്ന പാനീയങ്ങളല്ലാതെ മറ്റൊന്നും കുടിക്കാൻ കൊടുക്കുന്നില്ല. അത്രയും ദീർഘമായ കാലം അവരവിടെ കഴിച്ചു കൂട്ടേണ്ടി വരും. പക്ഷേ മരണമില്ല. സഹോദരിമാരെ, നമ്മൾ ഒരു വേള ചിന്തിക്കേണ്ടതുണ്ട്. എന്താ അറിയും, ഞാനിത് പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ, മരണം ഇനി സംഭവിക്കില്ലെന്ന് പറയുന്ന ഒരു ലോകത്ത് ജനിച്ചാൽ എന്താ കാണിക്കുക? അവിടെ എങ്ങാനും നമ്മുടെ ജീവിതം നമുക്ക് പ്രതികൂലമാണെങ്കിൽ എന്തു ചെയ്യും? നമ്മൾ ആലോചിക്കണം. എന്നും ദുരിതമാകുന്ന ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നാളെ പരലോകത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കുള്ള പേടി അതാണ്. സ്വർഗത്തിലാവുകയാണെങ്കിലും മരണമല്ല, അത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ അഥവാ ഒരാൾ നരകത്തിൽ വരുന്നുവെങ്കിൽ അയാൾക്ക് ഒരിക്കലും പിന്നീട് മരണമില്ല എന്ന് പറഞ്ഞാൽ എന്തുമാത്രം ദുരിതകരമായിരിക്കും ആ അവസ്ഥ, നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് എന്തുള്ളൊരു വളരെ കുറഞ്ഞ സമയം, വളരെ കുറഞ്ഞ ജീവിത കാലഘട്ടം, നമുക്ക് എല്ലാ തിരക്കുകളുമുണ്ട്. ആ തിരക്കുകൾക്കിടയിൽ നാം നമ്മെക്കുറിച്ച് ഒരല്പസമയം ഗൗരവത്തോടുകൂടെ ചിന്തിക്കുകയും ആലോചിക്കുകയും വേണം. അതാണല്ലോ നമുക്ക് ഇത്തരം സദസ്സുകളിൽ പറയാനുള്ള കാര്യം. നമ്മുടെ കാര്യം നമ്മളെല്ലാവരും ഒന്ന് ഗൗരവത്തോടുകൂടെ പരിഗണിക്കണം എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇപ്പോൾ സാധാരണഗതിയിൽ എന്നോട് എൻ്റെ ഭാര്യ പറയാറുണ്ട്, നമ്മുടെ മാതാപിതാക്കൾ പറയും, നീ നിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്ക്. അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ കാര്യമാണ്, നീ നിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്ക്. ഈ ഉറക്കില്ലാതെ, ഭക്ഷണമില്ലാതെ ഈ നടത്തം എന്താണെന്ന് ചിലപ്പോൾ നമ്മളോട് സ്നേഹമുള്ളവർ ചോദിക്കാറുണ്ട്. ഇതേ ഒരു ചോദ്യം അള്ളാഹു നമ്മളോട് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ നാളെ നമ്മൾ ഖേദത്തിലാകും. കുട്ടികളെയും മക്കളെയും കുടുംബത്തെയും ഭർത്താവിനെയും കല്യാണങ്ങളും മംഗലങ്ങളുമായി നടക്കുമ്പോൾ അള്ളാഹു നമ്മളോട് പറയാണ്, നിന്റെ കാര്യം നീ ശ്രദ്ധിച്ചോ, നിന്റെ കാര്യം നീ ശ്രദ്ധിച്ചോ. യാ അയ്യുഹല്ലദീന ആമനൂ അലൈക്കും അൻഫുസക്കും, ഏ സത്യവിശ്വാസികളെ, അലൈക്കും അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. അപ്പം അങ്ങനെ പറയുമ്പോൾ നമുക്ക് ധാരാളം ഒഴിവുകൾ പറയാനുണ്ട്. നിങ്ങൾ ഈ പറയുന്ന പോലെയൊക്കെ ഇപ്പം ആരവിടെ ജീവിക്കുന്നത്? ആരാണ് ഇവിടെ തീരെ പലിശ വാങ്ങാത്തവർ? ആരാണ് ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ രൂപത്തിൽ ഒരു ഹിജാബൊക്കെ സ്വീകരിച്ചടക്കുന്ന സ്ത്രീകൾ? ആരപ്പം അങ്ങനെ എല്ലാം വക്തിനെ ഇങ്ങനെ നിസ്കരിച്ചു പോകുന്ന ആളുകൾ ആരാണ്? അങ്ങനെ ഇപ്പോൾ ഒരു അന്യ ആളുകളോട് ബന്ധപ്പെടുന്നതിലും സംസാരിക്കുന്നതിലും ഒക്കെ അച്ചടക്കം പാലിക്കുന്നവർ ഇവിടെ ആരാളുള്ളത്? 100 ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരും. അള്ളാഹു അതിൻ്റെ മറുപടി പറഞ്ഞുകൊണ്ടാണ് ആ വചനം പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ അലൈക്കും അൻഫുസക്കും ലാ യളുറുക്കും മൻ ദല്ല ഇദ ഇഹ്തദൈതും. ലാ യളുറുക്കും, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒരു വലിയ തറവാട്ട് വീട്ടിലെ 10-30 അംഗങ്ങളിൽ ഒരാളാണ് നിങ്ങൾ. അവരാരും നമസ്കരിക്കാത്തവരാണ്, ദീൻ ഉൾക്കൊള്ളാത്തവരാണ്, തൗഹീദില്ലാത്തവരാണ്. പക്ഷേ ആ വീട്ടിനുള്ളിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു നല്ല സത്യവിശ്വാസിയായി ജീവിക്കുന്നുവെങ്കിൽ ബാക്കിയുള്ളവരെല്ലാം പിഴച്ചുപോയി എന്നത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമുണ്ടാക്കില്ല. ലോകത്ത് 1000 തിന്മ പ്രവർത്തിക്കുന്നവർക്കിടയിൽ നന്മയുള്ള ഒരാളായി നിങ്ങൾ ജീവിച്ചാലും
നിങ്ങൾക്ക് അതിന്റെ പ്രതിഫലം കിട്ടും. വഇലയ്യ മർജിഉക്കും വഇലല്ലാഹി മർജിഉക്കും ജമീഅ, അല്ലാഹുവിലേക്കാണ് നിങ്ങൾക്ക് എല്ലാവർക്കും തിരിച്ചു പോകാനുള്ളത്. ഫയുനബ്ബിഉക്കും ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും അവൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഈ തിരക്കിലും കൂട്ടത്തിലും എല്ലാം നമ്മുടെ കാര്യത്തെക്കുറിച്ചൊരു ജാഗ്രത സഹോദരിമാരെ, ആ ഒരു പരിശോധനയാണ് യഥാർത്ഥം നിങ്ങളുടെ എല്ലാ തിരക്കുകൾക്കിടയിലും നിങ്ങളുടെ കാര്യം ഒന്ന് ദീനിയായി കൊണ്ടുപോകണം എന്ന താല്പര്യമാണല്ലോ നമ്മളെ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. അത് വെച്ചുകൊണ്ട് ഞാൻ പറയുന്നു, നമ്മളൊരു അല്പം ശ്രദ്ധ കൊടുത്താൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് ശാശ്വതമായ ഖബറിലും പരലോകത്തിലും സമാധാനകരവും സന്തോഷകരവുമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് പറ്റും. സംശയമില്ലാത്ത കാര്യമാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ പ്രതീക്ഷ. ഈ ഒരു ഹാളിൽ വന്നവരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനത്തെ ഒരു പ്രതീക്ഷ നമുക്കെല്ലാം ആശ്വസിക്കാൻ വകയുണ്ട്. നാളെ പരലോകത്ത് മീസാനിന്റെ മുന്നിൽ, തുലാസിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഒരു നന്മ പോലും അതിൽ കാണാൻ പറ്റാത്ത ആളുകളുണ്ട്. ഒറ്റ നന്മ പോലും ഇല്ലാത്തവർ പരലോകത്ത് വരും, ഒരു നന്മ പോലും. അപ്പൊ നമ്മൾ ചിന്തിക്കും, എന്തെങ്കിലും ഒരാൾക്ക് ഒരു സദക്ക കൊടുക്കാത്ത, ഏതെങ്കിലും ഒരാൾക്ക് ഒരു വിഷമഘട്ടത്തിൽ ഒരു ആശ്വാസം പകർന്നു കൊടുക്കാത്ത ആരെങ്കിലും ഉണ്ടാകുമെന്ന് നിങ്ങളോട് ചോദിക്കും. പക്ഷെ പണ്ഡിതന്മാർ പറയുന്നു, ഒരു നന്മ പോലും മീസാനിൽ തുലാസിൽ കനം തൂങ്ങാനില്ലാത്ത ആളുകൾ ഉണ്ട് എന്നാണ്. ആരാണ് അവരെന്നറിയുമോ സഹോദരിമാരെ? തൗഹീദില്ലാത്ത ആളുകൾ, ശിർക്ക് ചെയ്ത ആളുകൾ. അവർക്കൊരു നന്മയുമില്ല. കാരണം ഒരാൾ മദ്യപിച്ചാൽ അയാളുടെ മുഴുവൻ നന്മകളും ഇല്ലാതാവൂല. ഒരാൾ വ്യഭിചരിച്ചാൽ അയാളുടെ നന്മകൾ മുഴുവൻ ഇല്ലാതാവില്ല. എന്നാൽ ഒരാളിൽ ശിർക്ക് വന്നു പോയാൽ ഒരു നന്മ പോലും അയാൾക്ക് ഉണ്ടാവില്ല. അവർ പ്രവർത്തിച്ചതെല്ലാം നിഷ്ഫലമായി പോകും. അവർ പ്രവർത്തിച്ച മുഴുവൻ കാര്യങ്ങളും അവർക്ക് നിഷ്ഫലമായി പോകും. ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരും ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ഒരു താക്കീതാണത്. വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക് ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക്, നിനക്കും നിന്റെ മുമ്പുള്ള മുഴുവൻ പ്രവാചകന്മാർക്കും എനിക്ക് വഹിയിലൂടെ അറിയിച്ചു കൊടുക്കാനുള്ള കാര്യം, ലോകത്ത് വന്ന എല്ലാ നബിമാർക്കും അള്ളാഹു അറിയിച്ചു കൊടുത്ത കാര്യം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് അള്ളാഹു പറയുന്ന കാര്യം, ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക, നീ തന്നെ ശിർക്ക് ചെയ്താലും നിന്റെ മുഴുവൻ അമലുകളും നിഷ്ഫലമായി പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നീ നഷ്ടക്കാരിൽ പെട്ടുപോവുകയും ചെയ്യും. സഹോദരിമാരെ, എന്ത് പരീക്ഷണങ്ങൾ വന്നാലും നമ്മൾ ഒരിക്കലും അള്ളാഹുവിലുള്ള വിശ്വാസത്തിനെതിരായി പ്രവർത്തിക്കാൻ പറ്റില്ല. നമ്മളെ ആര് സഹായിച്ചാലും അവർക്കൊക്കെ ചില കാരണങ്ങളിലൂടെ സഹായിക്കാൻ പറ്റും. ഡോക്ടർക്ക് മരുന്നിലൂടെയേ സഹായിക്കാൻ പറ്റും. കാരണങ്ങളിലൂടെ അല്ലാതെ സഹായിക്കാൻ പറ്റുന്നവൻ അള്ളാഹു മാത്രമാണ്. അള്ളാഹു മാത്രമാണ്. അതുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നത്തെ കാലത്ത് ഒട്ടകങ്ങളുടെ കഴുത്തിലൊരു ഖിലാദത്തുണ്ടായിരുന്നു. ഒട്ടകങ്ങളുടെ കഴുത്തിലൊരു മാല, ഒരു വടം, അത് കിട്ടും. ആ വടം അഴിച്ച് കളയാൻ വേണ്ടി പറഞ്ഞു. എന്താണ് ആ വടം കൊണ്ടുള്ള ഗുണം? അത് ഒട്ടകത്തെ പിടിക്കാനുള്ളതല്ല, ഒട്ടകത്തിന് വിപത്തുക്കൾ, ലൊറുകൾ, ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാൻ വേണ്ടി അവർ കെട്ടിയതാണ്. ഒട്ടകത്തിന് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി. അപ്പോൾ അവിടെ ചോദ്യമുള്ളൂ, എങ്ങനെയാണ് ഈ ഒരു വടം, കഴുത്തിൽ കെട്ടുന്ന ഒരു വടം എങ്ങനെയാണ് ഒട്ടകത്തിന് രോഗം വരാതെ കാക്കുക? ഒട്ടകത്തിന് അപകടം വരാതെ എങ്ങനെയാണ് ആ ഒട്ടകത്തെ സംരക്ഷിക്കാൻ ആ കഴുത്തിലുള്ളൊരു കിലാദത്തിന് പറ്റുക? അതിന് പറ്റൂല. അപ്പോൾ അരയിൽ കെട്ടുന്ന ഏലസുകളും ഉറുക്കുകളും കയറുകളും ഒക്കെ എങ്ങനെ സഹായിക്കുക? നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. നമുക്കൊരിക്കലും പരലോകത്തൊരു പ്രതീക്ഷ അങ്ങനത്തെ ഒരാളെ കുറിച്ച് ഇല്ലാത്തൊരു സംഗതിയാണ്. അതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുമെന്നാണ് വിചാരിക്കുന്നത്. ഈ അടുത്ത ദിവസം എൻ്റെ ഒരു പണ്ഡിതനായിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, സത്യത്തിൽ ഈ തൗഹീദ് മനസ്സിലാക്കിയ ഒരാൾ പിന്നെ ശിർക്ക് ചെയ്യൂല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. പക്ഷെ എൻ്റെ ആ ധാരണ തെറ്റിപ്പോയി. ചോദിച്ചു, എന്താ തെറ്റിപ്പോകാൻ കാരണം എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ ടൗണിൽ ഒരു ഹോസ്പിറ്റലിൽ ഒരു കുട്ടിയെ അഡ്മിറ്റ് ചെയ്തിരുന്നു, ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ അവരെന്നോട് പറഞ്ഞത് എന്നെ ഞെട്ടിപ്പിച്ചൊരു കാര്യമായിരുന്നു. പെട്ടെന്ന് ഒരു 28 വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരന് പെട്ടെന്ന് മാനസിക അസുഖം വന്നു. മാനസിക അസുഖം തന്നാൽ അവന് ആത്മഹത്യ ചെയ്യണം എന്ന് തോന്നുക. ഒരു നിമിഷം കിട്ടിയാൽ അവൻ മരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തും. അങ്ങനെ അവസാനം എന്ത് ചെയ്തു എന്ന് വിചാരിച്ചാൽ, അവനെ ഒരു ദിവസം രാത്രി അവനത് ചെയ്തു, ആത്മഹത്യക്ക് ശ്രമിച്ചു. അങ്ങനെ അവസാന സമയത്ത് അവർക്ക് കിട്ടിയെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും രക്ഷപ്പെടുത്താനായില്ല. അങ്ങനെ ഈ അവസാന സമയത്ത് ഈ മാനസിക അസുഖം വല്ലാതെ വർദ്ധിച്ചു വന്ന സമയത്ത് അവിടെ കുടുംബത്തിൽപ്പെട്ട ഈ തൗഹീദ് ഉൾക്കൊള്ളാത്ത ഒരാൾ ഇവരോട് പറഞ്ഞു, ഇത് നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്തിട്ട് കാര്യമില്ല, ഇതിന് വളരെ ചെറിയ കാര്യം, നിങ്ങൾ സമ്മതം തന്നാൽ മതി, നിങ്ങൾ ചെയ്യേണ്ട, ഞാനതിന് പരിഹാരം ഉണ്ടാക്കാന്ന്. എന്നിട്ട് അയാൾ ഒരു നൂല് കൊടുത്തു. ആ നൂല് അയാൾ കയ്യിൽ കെട്ടി ആ നൂല് ഉപയോഗിച്ചു. ഒരിക്കലും
അള്ളാഹുവിന് ഒരിക്കലും ഇഷ്ടമില്ലാത്ത നബി സ്വല്ലല്ലാഹു ശിർക്കെന്ന് പച്ചയായി പറഞ്ഞ മൻ അല്ലക തമീമത്തൻ ഫഖദ് അശ്റക, തമീമത്ത് കെട്ടിയോ ശിർക്കാണെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പച്ചയായി പറഞ്ഞ ആ കാര്യം ചെയ്തു. അങ്ങനെ ഇവൻ മരിച്ചു. ഇവൻ കുറച്ച് ദിവസമൊക്കെ ഹോസ്പിറ്റലിൽ കിടന്നു മരിച്ചു. പക്ഷെ മരിച്ചു കഴിഞ്ഞിട്ട് ഇവൻ്റെ ഉമ്മയ്ക്ക് ഒരിക്കലും ദുഃഖം അടങ്ങുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും ചിന്തിക്കാം, ഒരു മകൻ മരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉമ്മയുടെ പ്രയാസമാകുമെന്നാണ് ഞങ്ങൾ ചിന്തിച്ചത്. പക്ഷെ സത്യത്തിൽ എന്തായിരുന്നു ആ പ്രയാസത്തിൻ്റെ കാരണം എന്നറിയൂ? അവർക്ക് തൗഹീദ് നന്നായി അറിയാവുന്ന ആളുകളാണ്. തൗഹീദ് നന്നായിട്ട് അവർക്ക് അറിയാം. അപ്പോൾ തൗഹീദ് അറിയുന്ന ആളുകൾ എന്ന നിലക്ക് തൻ്റെ മകൻ്റെ അവസാന സമയത്ത് അവനെ കൊണ്ട് ശിർക്ക് ചെയ്യിപ്പിച്ചതിൻ്റെ വേദന ഇപ്പം എന്നറിയോ? ഖബറിൽ എന്തായിരിക്കും അവൻ്റെ അവസ്ഥ? നാളെ പരലോകത്ത് വരുമ്പോൾ അവനൊരു ശിർക്ക് ചെയ്തവനായിട്ടാണ് അള്ളാഹു അവനെ പരിഗണിക്കുന്നതെങ്കിൽ എൻ്റെ മോൻ എവിടെയാണ് എത്തുക? ആ ദുഃഖം അവർക്ക് അടക്കാൻ പറ്റുന്നില്ല. സഹോദരിമേ, ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങളുടെ കുട്ടിക്ക് ഒരു അപസ്മാരം വന്നു, ഒരു വിഷമം വന്നു, ഒരു പനി വന്നു, അസുഖം വന്നു, ഭ്രാന്ത് വന്നു, എന്തും ആവട്ടെ, അവന് രോഗം വന്ന് മരണപ്പെട്ടു പോയാലും നമുക്ക് സമാധാനത്തോടെ ജീവിക്കാം അവന് വേണ്ടി പ്രാർത്ഥിച്ച്. എന്നാൽ ആ ചികിത്സകൾക്കിടയിൽ നമ്മൾ ഇസ്ലാമിന് നിരക്കാത്തൊരു ശിർക്കിയായ ചികിത്സയ്ക്ക് വേണ്ടി പോയിട്ടുണ്ടെങ്കിലോ നമുക്കൊരിക്കലും പരലോകത്ത് ആ മരണപ്പെട്ട ആളെ കാര്യത്തിൽ പ്രതീക്ഷയില്ല. അതുകൊണ്ട് നാം ജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, തൗഹീദിൽ എന്തെങ്കിലും തകരാറ് പറ്റുന്നു. അള്ളാഹു അല്ലാത്ത പേരിൽ നേർച്ച കൊടുക്കുക, അള്ളാഹു അല്ലാത്ത പേരിൽ സത്യം ചെയ്യാം, അള്ളാഹു അല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിക്കാം. ഇതൊക്കെ ഗുരുതരമായ തെറ്റുകളാണ്. അത് പ്രവർത്തിക്കുന്ന ഒരാളിൽ നിന്ന് ഒരു നന്മയും നാളെ അള്ളാഹു മീസാനിൽ പരിഗണിക്കാതിരിക്കും. അതുകൊണ്ട് അക്കാര്യത്തിൽ എനിക്കും നിങ്ങൾക്കും പരലോകത്ത് പ്രതീക്ഷയുണ്ട്. അങ്ങനെ പ്രതീക്ഷയുള്ളവരോടാണല്ലോ എന്തെങ്കിലും ദീനിയായ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ആ നിലക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സ്ത്രീകൾ മാത്രമായതുകൊണ്ട് സ്ത്രീകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാമെന്ന് തന്നെയാണ് ഈ സന്ദർഭത്തിൽ ഞാൻ ഉദ്ദേശിച്ചത്. ഏറ്റവും അധികം നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ, മതപരമായ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നമുണ്ടാക്കുന്നത് സഹോദരിമാരെ നിങ്ങളുടെ സദാചാര ജീവിതം തന്നെയാണ്. വലിയ പ്രശ്നമാണത്. എന്ന് പറഞ്ഞാൽ ഒരു അച്ചടക്കത്തോട് സ്ത്രീ ആണ് എന്ന ബോധത്തോടുകൂടെ ഈ സമൂഹത്തിൽ ജീവിക്കുക എന്നത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് ചെറിയ പ്രയാസമൊന്നുമല്ല. പ്രത്യേകിച്ച് എന്താ പറയുക, ഒരു ഇസ്ലാമിക പാരമ്പര്യമോ ഒരു ഇസ്ലാമിക സംസ്കാരമോ ഒരു ഇസ്ലാമിക രാജ്യമോ അല്ല നമ്മുടേത്. നമ്മൾ ഇറങ്ങുന്ന അങ്ങാടികൾ വെറും മുസ്ലിങ്ങൾ മാത്രമുള്ള സ്ഥലങ്ങളല്ല, ഇസ്ലാമിൻ്റെ ആളുകൾ മാത്രമുള്ള സ്ഥലങ്ങളല്ല. അതുകൊണ്ട് സ്വാഭാവികമായും എന്താണെന്ന് വിചാരിച്ചാൽ വലിയ പ്രശ്നമാണ് ഇവിടെ ജീവിച്ച് മുന്നോട്ട് പോകാൻ. ഒരു ചെറിയ പരിധി വരെ നമ്മളിലെല്ലാം ഈ രംഗത്ത് അപാകതകൾ സംഭവിക്കുന്നു എന്നത് നമ്മൾ മറച്ചു വയ്ക്കാതെ പറയേണ്ട ഒരു കാര്യമാണ്. ഇവിടെ രണ്ടു സംഗതികൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മൾക്ക് സുരക്ഷിതത്വത്തോടുകൂടെ നമ്മുടെ മനസ്സിൽ സുരക്ഷിതത്തോടെ നമുക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് യഥാർത്ഥത്തിൽ ഈ ദീനിയായ അച്ചടക്കങ്ങൾ പാലിച്ചേ പറ്റൂ. ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, മറ്റ് പുരുഷന്മാരുമായി ബന്ധപ്പെടാനും അവരുമായി സംസാരിക്കാനും ഇടപഴകാനൊക്കെ അവസരം കിട്ടുന്ന ധാരാളം സഹോദരിമാരുണ്ട്. പുറത്ത് ജോലിക്ക് പോകുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ പല സന്ദർഭങ്ങളും അതിന് കൂടുതലായി അവസരം ലഭിക്കുന്ന ആളുകളുണ്ട്. നമ്മളതിനൊക്കെ വിട്ടു നിൽക്കുകയാണ് വേണ്ടത്. പക്ഷേ സ്വാഭാവികമായും ജീവിതത്തിൽ അങ്ങനത്തെ നിർബന്ധമായ സാഹചര്യങ്ങൾ വന്ന് പലതിലും ഇടപെടുന്ന ആളുകൾ, ഇവരെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ കേൾക്കുന്ന കാര്യം എന്താ അറിയോ? സ്വന്തം അവിഹിതമായ എന്തെങ്കിലും നിലക്കുള്ള വല്ല ബന്ധങ്ങളും നമ്മുടെ ജീവിതത്തിലോ മനസ്സിലേക്കോ കടന്നു വന്നാൽ, ഇപ്പം എൻ്റെ മനസ്സിലേക്ക് ഒരു അന്യ സ്ത്രീ, എൻ്റെ ഭാര്യയല്ലാത്തൊരു സ്ത്രീ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നാൽ, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയുടെ മനസ്സിൽ ഞാനല്ലാത്തൊരു പുരുഷൻ കടന്നു വന്നാൽ, അതോടുകൂടെ അത് ഞങ്ങളുടെ ബന്ധങ്ങളെ ബാധിക്കും. ചെറിയ കാര്യങ്ങളല്ല. ഇതിൻ്റെ അപകടങ്ങളെക്കുറിച്ച് പലപ്പോഴും നമ്മുടെ സഹോദരിമാർ വേണ്ടത്ര മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങൾ ഈ ടി വിയിലാണെങ്കിലും അല്ലെങ്കിൽ പുറത്താണെങ്കിലും നിങ്ങളുടെ കുടുംബത്തിലുള്ള ആളാണെങ്കിലും ജോലിക്ക് വരുന്ന ആളുകളാണെങ്കിലും ആരായിരുന്നാലും ശരി, അവരുമായിട്ടുള്ള നിരന്തര ബന്ധങ്ങൾ എപ്പോഴും സംസാരിച്ച് സ്വന്തം ഭർത്താവിനോട് പെരുമാറുന്ന പോലെയും സംസാരിക്കുന്ന പോലെയും തന്നെ ഒരു പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടെ ഇടപെടുന്ന ഒരു ചുറ്റുപാട് അതുണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായും എന്ത് ചെയ്താൽ നമ്മുടെ മനസ്സുകളിൽ ഒരു അവിഹിതമായ ചിന്ത കടന്നു വന്നാൽ നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ആ ഭാര്യ ഭർത്തൃ ബന്ധത്തിന് അത് തകരാറ് സംഭവിക്കും. ഒരുപക്ഷെ നമ്മൾ അറിഞ്ഞില്ലായിരിക്കാം, അത് സംഭവിക്കും. അതൊരു സ്വാഭാവികമായ കാര്യമാണ്. മാത്രമല്ല, നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ആ ഒരു ദീനിയായിട്ട് ഞാനൊരു തരക്കേടില്ലാത്ത ഒരാളാണ് എന്നുള്ള ഒരു മതിപ്പ് നമ്മളെക്കുറിച്ചുള്ള നമുക്ക് എല്ലാവർക്കും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി പറഞ്ഞാൽ നമ്മുടെ വേഷമാണ്. അത് ഇസ്ലാം ഏറ്റവും അധികം ശക്തമായി നിർദ്ദേശിച്ച ഒരു കാര്യം നമ്മുടെ വേഷവിധാനമാണ്. അപ്പോൾ വേഷവിധാനം നോക്കുമ്പോൾ എല്ലാവരും നമ്മൾ ചോദിക്കും, എന്താ ഇപ്പോൾ എൻ്റെ വേഷവിധാനത്തിൽ എന്താ ഒരു തകരാറ് എന്തായാലും ചോദിക്കും. ആ ചോദ്യം ഒരു പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം സത്യമായിരിക്കാം. പക്ഷേ യഥാർത്ഥമായ നമ്മുടെ മനസ്സിനോട് ചോദിക്കുമ്പോൾ
എൻ്റെ വേഷം നാളെ പരലോകത്ത് എനിക്കൊരു പ്രതികൂലാവസ്ഥ ഉണ്ടാക്കില്ലെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെയും ലോകത്തുള്ള മുഴുവൻ സ്ത്രീകളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് ഖുർആൻ പറഞ്ഞ ഒരായത്താണ് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, ഹിജാബിൻ്റെ ആയത്ത്. ഹിജാബിൻ്റെ ആയത്ത് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ഇന്നു ധരിക്കുന്ന ഈ വസ്ത്രം ധരിക്കണമെന്ന കൽപ്പന മുസ്ലിങ്ങൾക്ക്, സത്യവിശ്വാസിനികൾക്ക് അള്ളാഹു നൽകിയ ആ കൽപ്പന വന്ന ആയത്താണ് വിശുദ്ധ ഖുർആൻ ഞാൻ ഓതുന്നത്. ആ ആയത്തൊന്ന് ചിന്തിച്ചാൽ അതുപോലെയാണ് നമ്മുടെ വേഷം എന്ന് അറിഞ്ഞാൽ നമുക്ക് സുരക്ഷിതമായി നിൽക്കാൻ പറ്റും. അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഖുൽ ലിഅസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന. യാ അയ്യുഹല്ലദീന, യാ അയ്യുഹൻ നബി, ഏ പ്രവാചകരെ, ഖുൽ ലിഅസ്വാജിക, നിന്റെ ഭാര്യമാരോട് നീ പറയണം, അള്ളാഹിന്റെ കൽപ്പനയാണ്. അതേപോലെ തന്നെ ബനാതിക, നിന്റെ പെൺമക്കളോട് നീ പറയണം. വനിസായിൽ മുഅ്മിനീന, സത്യവിശ്വാസിനികളായ സ്ത്രീകളോട് പറയണം, നിങ്ങളോടൊക്കെ പറയണം. ലോകത്ത് വരാൻ പോകുന്ന എല്ലാ സത്യവിശ്വാസിനികളോടും പറയണം. എന്താ പറഞ്ഞത് സഹോദരിമാരെ? ആ പറഞ്ഞ കാര്യം നമുക്ക് മനസ്സിലാവണ്ടേ, അത് നമ്മൾ നടപ്പിലാക്കണ്ടേ. എന്താണ് ഇങ്ങനെയൊക്കെ വിളിച്ചിട്ട് പറയണത്? യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവിടെ മൂടുപടങ്ങളെ അവർ അവരുടെ ദേഹത്തുകൂടെ തൂക്കിയിടട്ടെ. എല്ലാ പണ്ഡിതന്മാരും വിശദീകരിച്ച് എന്തായാലും, ഒരു സ്ത്രീ തൻ്റെ ദേഹത്ത് ധരിക്കുന്ന ഒരടിസ്ഥാന വസ്ത്രം ഉണ്ടായിരിക്കും. ആ വസ്ത്രങ്ങൾക്ക് മുമ്പിൽ ദേഹത്ത് ഒട്ടിച്ചേരാത്ത ഒരു വസ്ത്രം അയഞ്ഞു കിടക്കേണ്ടത് അവിടെ ദേഹത്തിൽ. ദേഹത്തിൻ്റെ ആകാരം വ്യക്തമാകാത്ത രൂപത്തിലുള്ള ഒരു വസ്ത്രം അവിടെ ദേഹത്ത് തൂങ്ങിക്കിടക്കേണ്ടതുണ്ട്. നിങ്ങൾ അതിനെ എന്ത് വിളിച്ചാലും പ്രശ്നമല്ല, എന്ത് വസ്ത്രമെന്ന് വിളിച്ചാലും പ്രശ്നമല്ല. നമ്മുടെ ശരീരത്തിൻ്റെ ആകൃതിയോ ആകാരമോ കാണാത്ത ഒരു വസ്ത്രം നിങ്ങളുടെ ശരീരത്തിലൂടെ തൂക്കി, അപ്പം അന്ന് അവരൊരു വസ്ത്രം ധരിച്ചിട്ടുണ്ടാവുമല്ലോ. ഈ ആയത്തിറങ്ങുന്ന സമയത്ത് അവരൊക്കെ വസ്ത്രം ധരിച്ചവരാണ്. ആ വസ്ത്രത്തിന് പുറമേ അവിടെ ദേഹത്തെ നിമ്നോന്നതികൾ കാണാത്ത, ആകാരം കാണാത്ത ഒരു വസ്ത്രം അവിടെ ധരിക്കാൻ വേണ്ടി പറയാണ്. അതാണ് ഹിജാബിൻ്റെ ആയത്ത്. അല്ലാതെ നഗ്നത മറക്കാനുള്ള കൽപ്പനയല്ല ഹിജാബിൻ്റെ ആയത്ത്. നമ്മൾ അങ്ങനെ ചെയ്തു, നമ്മൾ അങ്ങനെ ചെയ്തു എന്നാണ് നമ്മൾ ഗൗരവത്തോടു കൂടെ ചിന്തിക്കേണ്ട കാര്യമാണ്. യുദ്നീന അലൈഹിന്ന, അവിടെ മേലെയുടെ അവർ തൂക്കിയിടട്ടെ എന്നാണ്. മിൻ ജലാബീഹിന്ന, ജലാബീബിഹിന്ന, അവിടെ മൂടുപടങ്ങളിൽ നിന്നും. ദാലിക അദ്നാ അൻ യുറഫ്ന ഫലാ യുദൈൻ. എന്നിട്ട് രണ്ടു കാര്യമാണ് പറഞ്ഞത്. എന്തിനാണ് അവരുടെ അങ്ങനെ വസ്ത്രധാരണം സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞത്? ഒരു വസ്ത്രം മാന്യമായി ധരിച്ച ഒരു സ്ത്രീ, ആ വസ്ത്രത്തിൽ നിന്നാണ് അവിടെ മാന്യത മറ്റുള്ളവർ മനസ്സിലാക്കുന്നത്. എന്താണ് മാന്യത അറിഞ്ഞാൽ, സാധാരണ ക്യാമ്പസിലൊക്കെ പോകുന്ന നിങ്ങളുടെ പെൺകുട്ടികളോട് ചോദിച്ചാൽ കൃത്യമായിട്ട് ഈ ആയത്തിൻ്റെ വ്യാഖ്യാനം നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഒരല്പം മോശപ്പെട്ട ഒരു വസ്ത്രം ഒരു സ്ത്രീ ധരിച്ചാൽ ആ സ്ത്രീ അങ്ങനത്തെ ഒരു മനസ്സുള്ള സ്ത്രീയാണെന്ന് നോക്കുന്നവൻ ധരിച്ചാൽ അതിലൊരിക്കലും കുറ്റം പറയാൻ പാടില്ല. നമ്മുടെ വസ്ത്രത്തിലേക്കും ദേഹത്തിലേക്കും നോക്കിയാൽ അറിയാൻ പറ്റും ഇവളൊരു മാന്യമായതയോടെയും സുരക്ഷിതത്വത്തോടു കൂടെയും ജീവിക്കാൻ ആഗ്രഹിക്കുന്നവളാണോ എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങളെ നോക്കിയാൽ മനസ്സിലാവണമെന്ന് ഇതൊരു മാന്യമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സൂക്ഷ്മതയുള്ള ഒരു സ്ത്രീയാണെന്ന് മനസ്സിലാക്കപ്പെടുന്ന വസ്ത്രം ധരിക്കണം എന്നാണ്. ഇപ്പം രണ്ടായി. ഒന്ന്, ദേഹത്തൊട്ടാകെ തൂങ്ങിക്കിടക്കുന്ന വസ്ത്രം. രണ്ട്, നമ്മളൊരു മര്യാദയോടുകൂടെ ജീവിക്കാൻ ആഗ്രഹം. അപ്പോൾ എവിടെയെങ്കിലും ശരീരത്തിൽ നമ്മുടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വേഷത്തിൽ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് എന്ത് മനസ്സിലാവും? ഇവൾ ഒരു മര്യാദക്കാരിയല്ലെന്ന് മനസ്സിലാവും. അവിടെ നിങ്ങൾ മാന്യമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയാണെന്ന് മനസ്സിലാവട്ടെ എന്നാണ്. ഇതിന് വ്യാഖ്യാനങ്ങൾ വായിക്കുമ്പോൾ പറയുന്നുണ്ട്, അവിടുത്തെ അടിമ സ്ത്രീകൾ, വളരെ വൃത്തികെട്ട നിലക്ക് പുരുഷന്മാരുമായി ഇടപെടുന്ന സ്ത്രീകളാണ് അടിമ സ്ത്രീകൾ. ആ അടിമ സ്ത്രീകളാണെന്ന് തോന്നിക്കുന്ന വസ്ത്രധാരണം ഇതിൽ വരരുത്. അവരല്ല നിങ്ങളെന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ അവർക്ക് പുറത്തിറങ്ങി പോകാൻ പറ്റില്ല, അവരുപദ്രവിക്കപ്പെടും. ഒന്ന് പറഞ്ഞത് അത് മനസ്സിലാക്കാൻ പറ്റണം. മറ്റൊന്നെന്താ പറഞ്ഞത്? ഫലായുദൈൻ, അവർ ശല്യപ്പെടുത്താതിരിക്കാൻ മറ്റുള്ളവരിൽ നിന്നും മോശപ്പെട്ട കമൻറ്റുകളോ വാക്കുകളോ നോട്ടങ്ങളോ നമ്മുടെ നേർക്ക് വരാതിരിക്കാൻ നമ്മുടെ വസ്ത്രവും വേഷവിധാനവും നമ്മൾ സൂക്ഷിക്കണം എന്നാണ് അള്ളാഹു നമ്മോട് പറയണം. വക്കാനല്ലാഹു ഗഫൂറൻ റഹീമ. ഇനി ഈ രംഗത്തൊരു സൂക്ഷ്മത നിങ്ങൾക്ക് ഇതുവരെ പറ്റിയിട്ടില്ലെങ്കിൽ അള്ളാഹു പുറത്തുതരും. നിങ്ങൾക്ക് മനസ്സിലായ അവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ ഒരു നല്ല വേഷവും നല്ലൊരു ഇസ്ലാമിക ജീവിതവും ജീവിക്കണമെന്നാണ്. സഹോദരിമാരെ, ഇത് വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ വേഷവിധാനങ്ങളിൽ ഇസ്ലാമികമായ അവസ്ഥ നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഇന്ന്
നമ്മുടെ കോളേജുകളിലും ക്യാമ്പസുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികളിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള തിന്മകളിൽ പെട്ടുപോകുന്ന ആളുകൾ, അങ്ങനത്തെ കുട്ടികൾ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ പുരുഷന്മാരെ കൂടെ പോയി അല്ലെങ്കിൽ ക്യാമ്പസിൽ ഏതെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പ് ആ കുട്ടി ഉണ്ടാക്കി എന്ന് പറഞ്ഞ് ആ കുട്ടികൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ തന്നെ നമുക്ക് ആ കുട്ടികളെ കണ്ടാൽ അറിയാൻ പറ്റും. ഈ രൂപത്തിലൊരു കുട്ടി ഇസ്ലാമികമല്ലാത്ത രൂപത്തിൽ പുറത്തിറങ്ങിയാൽ ഉറപ്പാണ് ആ കുട്ടിയെ നിങ്ങൾക്ക് മാന്യമായ ഒരു വിവാഹം കഴിച്ചു കൊടുക്കാൻ നിങ്ങളോടൊരു സലാം പറഞ്ഞ് ഒരു അർഹതപ്പെട്ട മാന്യമായ മുസ്ലിമായ ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ അവനെ ഇറക്കി പറഞ്ഞേക്കാനുള്ള ഭാഗ്യം നമുക്കില്ലാതെ പോകും. നമ്മൾ ഓരോരുത്തരും ഗൗരവത്തോടെ ശ്രദ്ധിക്കണം നമ്മുടെ വേഷവിധാനം. രണ്ടാമത്തൊരു കാര്യം തരും, നമ്മുടെ പെരുമാറ്റങ്ങളിലും ജീവിതങ്ങളിലുമെല്ലാം ഒരു സ്ത്രീയുടെ സ്ത്രൈണത, ഒരു സ്ത്രീയാണെന്നുള്ള ബോധം നമ്മളെ നയിക്കേണ്ടതുണ്ട് എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആൻ നമ്മൾ ഓർമ്മപ്പെടുത്താൻ. ആ പ്രയോഗം തന്നെ നോക്കൂ നിങ്ങൾ. യാ നിസാ അന്നബിയ്യ ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ, ഏ പ്രവാചകന്റെ പത്നിമാരെ നിങ്ങൾ മറ്റു സ്ത്രീകളെ പോലെയല്ല, നിങ്ങൾ മറ്റു സ്ത്രീകളെ പോലെയല്ല. ഇനിത്തഖൈതുന്ന ഫലാ തഖ്ലഅന ബിൽ ഖൗൽ ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദ് വഖുൽന ഖൗലൻ മഅറൂഫാ. അവിടെ ഒറ്റ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഭാര്യമാരോടും തൻ്റെ മക്കളോടും കൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊരു കാര്യം, വലാ തഖ്ലഅന ബിൽ ഖൗൽ, സംസാരത്തിൽ നിങ്ങൾ തന്മയത്വം കാണിക്കരുത്. അതായത് ഒരു അന്യ പുരുഷനോട് ഒരു ആകർഷണീയമായ രൂപത്തിൽ സംസാരിക്കാൻ ഒരു സ്ത്രീക്ക് പറ്റില്ലെന്നാണ് ഖുർആൻ പറയുന്നത്. നമ്മൾ എത്ര ആളുകൾ പാലിക്കുന്നു നമ്മൾ ചിന്തിക്കണം. ഒരു അന്യ സ്ത്രീയോട് സംസാരിക്കുന്നിടത്ത് ഞങ്ങളെ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എപ്പോഴും പറഞ്ഞു കൊടുക്കാനുള്ള കാര്യമാണ്, നിങ്ങളുടെ ബ്രദേഴ്സ്, ആങ്ങളമാർ, നിങ്ങളുടെ ഭർത്താക്കന്മാർ, നിങ്ങളുടെ വാപ്പ, ഇതുപോലെയുള്ള ആളുകളോട് നിങ്ങൾ പെരുമാറുന്ന പോലെ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ആൺകുട്ടികളോട് പെരുമാറാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ കോളേജിൽ വന്ന് നോക്കണം, ശരിക്കും നിങ്ങളുടെ വീട്ടിൽ സ്വന്തം ആങ്ങളയോട് എങ്ങനെയാണോ നമ്മുടെ പെൺമക്കൾ സംസാരിക്കുന്നത് അങ്ങനെ തന്നെയാണ് കോളേജ് സംസാരിക്കുന്നത്. കോളേജ് വിട്ടിറങ്ങുമ്പോൾ എൻ്റെ വീടിൻ്റെ മുന്നിലും പിന്നിലൊക്കെ പ്രൊഫഷണൽ കോളേജുകളാണ്. കോളേജ് വിട്ടിട്ട് വരുമ്പോൾ പണ്ട് കാലത്തൊക്കെ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ആൺകുട്ടികൾ എങ്ങനെയാണോ ഒന്നിച്ച് ഗ്രൂപ്പായി വന്നിരുന്നത് അതേപോലെയാണ് ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ച് വരുന്നത്. ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ച് വരുന്നത് അങ്ങനെയാണ്. എന്താണ് അങ്ങനെ വരാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് പറ്റും. പ്രത്യേകിച്ച് ഈ കാസർഗോഡുള്ള കുറച്ചുകൂടെയൊക്കെ വേഷവിധാനങ്ങളിലും ദീൻ്റെ കാര്യത്തിലും അച്ചടക്കം പാലിക്കണമെന്ന് സാംസ്കാരികമായി തന്നെ പാലിക്കുന്ന നാടുകളാണ്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകും തോറും നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് പറ്റും. നമ്മൾ തികച്ചും നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണെന്ത്, നമ്മുടെ വീട്ടിൽ സ്വന്തം ആങ്ങളമാരോടും വാപ്പയോടും സംസാരിക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു ബന്ധത്തിൻ്റെയും സംസാരത്തിൻ്റെയും ഒരു രൂപം ഒരിക്കലും തങ്ങളുടെ എളാപ്പയുടെയോ മൂത്താപ്പയുടെ വാപ്പൻ്റെ ബ്രദേഴ്സിൻ്റെ മക്കളോടോ അല്ലെങ്കിൽ അയൽപക്കത്തെ ആളുകളോടോ അല്ലെങ്കിൽ തന്നെ ക്ലാസ്സിൽ പഠിക്കുന്ന ആളുകളോടോ പാടില്ലെന്നും ആ രണ്ട് സംസാര രൂപങ്ങൾ അവർക്ക് പഠിപ്പിക്കണം. അതെങ്ങനെ പഠിപ്പിക്കാൻ പറ്റുക? നമ്മളങ്ങനെ സംസാരിക്കണം. ഒരു അന്യ ആൾ വീട്ടിൽ വരുമ്പോൾ ആ സംസാരത്തിൽ തന്നെ ഒരകലം നമ്മൾ പാലിച്ചാൽ മാത്രമേ നമ്മുടെ കുട്ടികൾ നമ്മുടെ അടുക്കുന്നത് കണ്ട് പഠിക്കുള്ളൂ. നോക്കൂ, നിങ്ങൾ കുട്ടികളെ എടുത്ത് ബസ്സിൽ കയറുന്ന ഞങ്ങളുടെ നാട്ടിലൊക്കെ പല സഹോദരിമാരും ബസ്സിൽ നിന്ന് ഇറങ്ങുന്നത് വരെ ബസ്സിലെ ജീവനക്കാരോട് സല്ലപിച്ചു കൊണ്ടിരിക്കും. ആ മടിയിലിരിക്കുന്ന കുട്ടികൾ എന്തു കാണുന്നു നിങ്ങൾ ആലോചിക്കണം. ഒരു പത്രം വാങ്ങാൻ വരുന്ന ആളോട് അല്ലെങ്കിൽ കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വരുന്ന ഓട്ടോറിക്ഷയുടെ ബസ്സിൻ്റെയോ ഡ്രൈവറോട് അല്ലെങ്കിൽ ഒരു പാൽക്കാരനോട് പത്രക്കാരനോട് ഒക്കെ സ്വന്തം ഭർത്താവിനേക്കാളും സ്വാതന്ത്ര്യത്തിൽ സംസാരിക്കുന്ന നമ്മുടെ മക്കൾ കണ്ടാൽ സഹോദരിമാരെ അടുത്ത ഭാവി എന്താണെന്ന് നിങ്ങൾക്ക് അറിയും. അന്യ സ്ത്രീ അന്യ പുരുഷൻ ആരാണെന്ന് നമ്മുടെ മക്കൾക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു യുഗമാണ് ജനിക്കാൻ പോകുന്നത്. ഞാൻ പറയുന്നു, ഇന്ന് സത്യത്തിൽ ഇന്നത്തെ ഒരു പത്ര റിപ്പോർട്ട് വായിക്കാം. ഇന്ന് കേരള ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭരണാധികാരിയുടെ പ്രസ്താവന ഇന്ന് പത്രത്തിലുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, മൂന്ന് പെൺകുട്ടികളിൽ ഒരു പെൺകുട്ടി തെറ്റായ നിലക്ക് ഈ സമൂഹത്തിൽ ഉപയോഗപ്പെടുത്തപ്പെടുന്നുണ്ടെന്നാണ്. കേരളത്തിലെ 3 പെൺകുട്ടികളിൽ ഒരു പെൺകുട്ടി തെറ്റായി മറ്റുള്ള ആളുകൾ അവളെ തെറ്റായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ എന്തുമാത്രം ഭീകരമാണ് അടുത്ത ഭാവി കാലം എന്ന് നിങ്ങൾ അറിയണം. ഞങ്ങൾ കഴിഞ്ഞ ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ ഹയർ സെക്കൻഡറി മീറ്റിൽ ഞാൻ വെറുതെ കുട്ടികളോടൊരു ചോദ്യം ചോദിച്ചു. ഏകദേശം 1500ഓളം കുട്ടികളുണ്ട് അവിടെ, ആൺകുട്ടികളും പെൺകുട്ടികളും. ഞാൻ അവിടെ ചോദിച്ചു, നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു അന്യ പെൺകുട്ടി മനസ്സിൽ സ്വാധീനിക്കാത്ത ആൺകുട്ടിയോ ഒരു അന്യ ആൺകുട്ടി മനസ്സിൽ കൊണ്ടു നടക്കാത്ത പെൺകുട്ടികളോ ഉണ്ടെങ്കിൽ കൈപൊന്തിക്കുക എന്നാണ്. ഞാൻ പറഞ്ഞ 1500 കുട്ടികളിൽ ഒരു 100 ആൾ പോലും കൈപൊന്തിച്ചില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? സ്കൂളിൽ പഠിക്കുന്ന മിക്കവാറും ആൺകുട്ടികൾ ഒരു പെൺകുട്ടിയുമായി
ഹൃദയത്തിൽ ബന്ധം സ്ഥാപിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. സഹോദരിമാർ, ഇതൊന്നും നിങ്ങൾ തമാശയോടെ കാണരുത്. ഇതൊക്കെ നമ്മളെ ഒരു നാൾ കരയിപ്പിക്കും, നമ്മൾ ദുഃഖിക്കും. കാരണം ഇതിൽ ഒരു ഗൗരവബോധവും രക്ഷിതാക്കന്മാർക്കില്ല. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഒരാൾ ഗൾഫിൽ പോകാൻ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അയാൾക്ക് ഫോൺ വന്നു. എന്താ ഫോൺ? അയാൾക്ക് ടിക്കറ്റൊക്കെ റെഡി ആയാലന്ന് വൈകുന്നേരം പോവാണ്. അപ്പോൾ എന്താ ഫോണ്? നിങ്ങളുടെ മകള് ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, ഞങ്ങൾ രണ്ടാളും ഒരു കോളേജിലാണ് പഠിച്ചത്, അതുകൊണ്ട് വേറെ അവളെ ആർക്കും കല്യാണം കഴിച്ചു കൊടുക്കരുത്, എനിക്ക് തന്നെ കല്യാണം കഴിച്ചു വരുന്നു. ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, 21 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ ഫോണിൽ വിളിച്ചിരിക്കുകയാണ് ഇയാൾ. അപ്പോൾ ഇയാൾ ഉടനെ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുന്ന, എൻ്റെ വാപ്പയുടെ അഡ്രസ്സും ഫോൺ നമ്പറും എൻ്റെ ഫോണിലേക്കൊന്ന് മെസ്സേജ് ചെയ്തിട്ടാ. ഉടനെ അവൻ മെസ്സേജ് ചെയ്ത് കൊടുത്തു. അങ്ങനെ അയാൾ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു. ഒരാഴ്ച കൂടെ ടിക്കറ്റ് നീട്ടിയെടുത്തു. എന്നിട്ട് അയാളും അയാളുടെ ബ്രദറും എല്ലാം പാടെ ആ പയ്യൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് എന്നെ വിളിച്ച് ചോദിച്ചു, ഞങ്ങൾ ഇങ്ങനെ പോവാണ്, ഇങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ട്, ഞങ്ങൾ അവരോട് എന്ത് സംസാരിക്കണം എന്നാണ്. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അവരോട് പറഞ്ഞ മനസ്സിലായി, എന്തായിരുന്നാലും നമുക്കത് കല്യാണം നടത്തി കൊടുക്കാൻ പറ്റൂല. എന്താ, അവളും അവനും തമ്മിൽ വെറും 1 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ, പിന്നെ അവർ നമ്മുടെ ഒരു നിലവാരം കാത്തു സൂക്ഷിക്കുന്ന ആളുകളല്ല എന്നൊക്കെ പല കാരണങ്ങളും പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഈ കാരണമൊന്നും നിങ്ങൾ അവിടെ പോയി പറയരുത്. കാരണം ഇതൊന്നും ഒരു തടസ്സങ്ങളല്ലല്ലോ. ഇപ്പോൾ ഒരു പെൺകുട്ടി പറയുകയാണെന്ത്, എനിക്ക് ആ വയസ്സുള്ള ആ പ്രായമുള്ള ആൾ മതി എന്ന് പറഞ്ഞാൽ, എനിക്ക് എൻ്റെ സമപ്രായക്കാരൻ മതി എന്നൊരു പെൺകുട്ടി പറഞ്ഞാൽ എന്താ രക്ഷിതാക്കന്മാർക്ക് തിരിച്ചു പറയാൻ പറ്റുക? അവർ പാവപ്പെട്ട വീട്ടിൽ അവർക്ക് തന്നെ കല്യാണം കഴിക്കരുതെന്ന് പറഞ്ഞാൽ, എനിക്കൊരു പാവപ്പെട്ട വീട്ടിലെ മരുമകളാകാനാണ് ഇഷ്ടമെന്ന് നിങ്ങളുടെ മകൾ പറഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യും? ഞാൻ അയാളോട് പറഞ്ഞു, ഇതല്ലല്ലോ സഹോദര നമ്മൾ പറഞ്ഞ തടസ്സം, നിങ്ങൾക്ക് എന്താണ് തടസ്സം? ഞാൻ പറഞ്ഞു കൊടുത്തു, പഴയ കാലങ്ങളിലൊക്കെ ഞങ്ങളുടെ നാടുകളിൽ ഈ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ജോലി സ്ഥലത്തും അവിടുന്ന് ഇവിടുന്നൊക്കെ അവിഹിതമായ ബന്ധങ്ങൾ നടക്കും, ചിലപ്പോൾ അവിഹിതമായ ഗർഭധാരണങ്ങൾ വരെ നടക്കും. ചിലപ്പോൾ എന്താ ഉണ്ടാകാറ്, പിന്നെന്താ ഉണ്ടാകാരോ, പിന്നെ പള്ളിയിൽ വന്നിട്ട് അവർക്ക് നിക്കാഹ് കഴിച്ചു കൊടുക്കും, പള്ളി കമ്മിറ്റിയൊക്കെ പാടെ കൂടിയിട്ട്. ഞാൻ പറഞ്ഞു, ഇതിൻ്റെ പുതിയ പകർപ്പാണ് ഈ ബന്ധം. ഒരു സ്ത്രീയും പുരുഷനും അവിഹിതമായി ഉണ്ടാകുന്ന ബന്ധം വ്യഭിചാരമാണ്. അപ്പോൾ വ്യഭിചരിച്ചു കൊണ്ടിരിക്കുന്ന 2 ആളുകൾക്ക് ഹലാലാക്കി കൊടുക്കുക, അതാണ് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി. ഞാൻ ചോദിച്ചു, ഇസ്ലാമികമായ ദീനിൽ വിശ്വസിക്കുന്ന ആളുകൾ, ഒരു മാന്യമായ കുടുംബത്തിലുള്ള ആളുകൾ, നിങ്ങൾക്ക് പറ്റുമോ അതിന്? നിങ്ങളുടെ മാന്യമായ തറവാട്ടിൽ പെൺകുട്ടിയെ ഒരു ഓട്ടോറിക്ഷക്കാരനോ ഒരു കോളേജിൽ പഠിക്കുന്ന പയ്യനോ പിന്നാലെ നടന്ന് അവളെ വശീകരിച്ച് പിടിച്ചിട്ട് നിങ്ങൾ അവസാനം ഹലാലാക്കി കൊടുക്കുക, നിക്കാഹ് ചെയ്തു കൊടുക്കുക, ഇതെങ്ങനെ നമുക്ക് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റുക? അവരാ വീട്ടിൽ ചെന്നു, സംസാരം തുടങ്ങിയപ്പോൾ അവിടുത്തെ അവൻ്റെ വാപ്പയും ഉമ്മയും പണം തരും. നമ്മൾ എന്തിനാണ് ഈ കുട്ടികളുടെ താല്പര്യത്തിൽ ഇതിൻ്റെ വാശി പിടിക്കുന്നത്? നിങ്ങൾക്ക് എന്താ ഇപ്പോൾ കല്യാണം കഴിച്ചു കൊടുക്കാൻ തടസ്സം? ഞങ്ങളോട് അവൻ നേരത്തെ പറഞ്ഞതാണ് ഈ ബന്ധത്തെക്കുറിച്ച്. ഞങ്ങൾ അങ്ങനെ ഒരു ബന്ധം വരികയാണെങ്കിൽ ചെയ്തു കൊടുക്കാന്നുള്ള നിലക്ക് ഞങ്ങൾ അതിലൊരു വിഷമം വിചാരിച്ചിട്ടില്ല. നോക്കൂ, നിങ്ങൾ സ്വന്തം മകൻ അവിഹിതമായ ഒരു പെൺകുട്ടിയെ ഫോൺ വിളിക്കുകയും കൊണ്ടുനടക്കുകയും ചെയ്യുമ്പോൾ ഒരു വിഷമവും മാതാപിതാക്കൾക്കില്ല. കാലം എങ്ങോട്ടേക്ക് പോകുന്നു നിങ്ങൾ ആലോചിക്കണം. സത്യത്തിൽ എന്താ സംഭവിക്കാൻ? ഇങ്ങനത്തെ വിവാഹങ്ങൾ നടന്നു പോയാൽ എന്ത് സംഭവിക്കും? ഞാൻ ഇന്ന് അറബി സൈറ്റിൽ ട്രെയിനിൽ വരുമ്പോൾ ഒരു പണ്ഡിതൻ്റെ അടുക്കൽ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന കഥ ആ പണ്ഡിതൻ പറയുന്നുണ്ട്. ഒരു പെൺകുട്ടിയെ, പിന്നെ യുവതിയായ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ട് അവളെ പറ്റി പറയുകയാണ് അവളുടെ പിതാവ്. അവളുടെ ഭർത്താവ് ഇപ്പോൾ ഡൈവേഴ്സിൽ വെച്ചിരിക്കുകയാണ്. എൻ്റെ ഈ മോളിനി കാലാകാലം ഇങ്ങനെ വിധവയായിട്ടിരിക്കും. അത് പറഞ്ഞപ്പോഴേക്കും അവൾ കരയാൻ തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം ചോദിച്ചപ്പോൾ ഒന്നുമില്ല, വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന ഒരു പയ്യൻ വീട്ടിലെ ഈ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു എന്നാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവസാനം നിർബന്ധ സാഹചര്യത്തിൽ കല്യാണം കഴിച്ചു കൊടുത്തു. പക്ഷേ ഇന്ന് അവർക്ക് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നില്ല. എല്ലാ വിവാഹങ്ങളുടെയും അനന്തര ഫലങ്ങൾ അതാണ്. അവിഹിത ബന്ധങ്ങളിൽ ഒരിക്കലും അള്ളാഹു ബർക്കത്ത് തരൂല. സഹോദരിമാരെ, കുറച്ചൊരു മര്യാദയും ചിട്ടയും ദീനും നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവന്നില്ലെങ്കിൽ അടുത്ത ഭാവിയിൽ നമുക്ക് വരാനിരിക്കുന്നത് വലിയ പ്രയാസങ്ങളും വലിയ പ്രതിസന്ധികളുമാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ അച്ചടക്കത്തിൽ ഒരു ഇസ്ലാമികമായ മര്യാദയിലേക്ക് നമ്മുടെ കുടുംബങ്ങളെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു മാർഗം നമ്മൾ ആലോചിക്കണം. ഒന്നാമത്തെ ഒരു കാര്യം, ഇതല്ലെങ്കിൽ നമ്മുടെ പരലോകം നമുക്ക് നഷ്ടപ്പെട്ടു പോകും, യാതൊരു സംശയവും കാര്യത്തിലില്ല. രണ്ടാമത്, സ്ത്രീകൾ എന്ന നിലയ്ക്ക് നിങ്ങൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സഹോദരിമാരെ, ഒരിക്കലും നല്ല ജീവിത സാഹചര്യങ്ങളും എല്ലാം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. വീടുണ്ട്, ഭക്ഷണമുണ്ട്, സൗകര്യങ്ങളൊക്കെയുണ്ട്. പക്ഷേ ഒരു സംതൃപ്തകരമായ ഒരു ജീവിതം നമ്മളിൽ മിക്ക ആളുകളും നയിക്കുന്നില്ല. ഒരു സമാധാനവും സംതൃപ്തവും നമ്മുടെ വീടുകളിൽ നടക്കുന്നില്ല എന്നതാണ് വസ്തുത. നമ്മുടെ ഭർത്താക്കന്മാരെ കുറിച്ച് ചോദിച്ചാലും അവർ നമ്മുടെ ഒരു സമീപനങ്ങളിലോ നമ്മുടെ ഒരു ജീവിതത്തിലോ അവർ യഥാർത്ഥത്തിൽ സന്തോഷവും സംതൃപ്തിയുമുള്ള ആളുകളല്ല. ഞാൻ രണ്ടാമത് പറഞ്ഞു, എല്ലാ സൗകര്യങ്ങളും ജീവിതത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല ആളുകളാണ് നമ്മൾ.
ഈ ഉള്ള ആളുകളായിട്ട് പോലും നമുക്കത് ആസ്വദിച്ച് ജീവിക്കുവാനുള്ള ഒരു ജീവിത സാഹചര്യം നമ്മുടെ മുന്നിൽ ഇല്ല എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം. അത് നമ്മുടെ മനസ്സിൻ്റെ അസംതൃപ്തിയാണ് അതിന് കാരണം. നല്ല ഭക്ഷണം കഴിക്കാനും നല്ല വീടും ജീവിതത്തിലെ എല്ലാവിധ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉള്ളവരാണ് നമ്മളെല്ലാവരും. പക്ഷെ സഹോദരിമാർ, ഇന്ന് നമ്മൾ ജീവിക്കുന്നതിലേറെ സന്തോഷത്തോടെയും ആഹ്ലാദത്തോടെയും നമുക്ക് ജീവിക്കാൻ പറ്റും. നമ്മുടെ മാനസികമായ ഒരു സംതൃപ്തിയും ഒരറിവും അതിലേറ്റവും പ്രധാനമായ പങ്ക് നമുക്ക് വഹിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ പുരുഷന്മാരായ ആളുകളോട് സംസാരിക്കുമ്പോൾ പലപ്പോഴും ജീവിതത്തിൽ അസംതൃപ്തി അവർ പ്രകടിപ്പിക്കുകയാണ്. നിങ്ങളും അതുപോലെ തന്നെ ആയിരിക്കാം. സ്വന്തം ഭർത്താക്കന്മാരെ കുറിച്ചും തൻ്റെ ജീവിതത്തെക്കുറിച്ചും അസംതൃപ്തമായിരിക്കും നമ്മുടെ പലരുടെയും അവസ്ഥ. ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും ഉൾക്കൊള്ളേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരിക്കലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇഹലോക ജീവിതത്തിൽ എത്ര സാമ്പത്തിക ശേഷിയും എത്ര സൗകര്യങ്ങൾ നമുക്ക് വന്നാലും നമുക്കൊരു സമ്പൂർണമായ സംതൃപ്തിയിലും സമാധാനത്തിലും എത്താൻ ഈ ലോകത്ത് പറ്റൂല. എന്തുകൊണ്ട് വെച്ചാൽ ഈ ലോകം അങ്ങനെയാണ്. മനുഷ്യന്റെ എല്ലാ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും നിറവേറുവാൻ വേണ്ടി വെച്ച ലോകം സ്വർഗമാണ് സഹോദരിമാർ. അത് സ്വർഗത്തിലേ നടക്കൂ. എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഉണ്ടാവും. പക്ഷെ എല്ലാ ആളുകളും വിചാരിക്കണം എന്താ വെച്ചാൽ എനിക്ക് മാത്രമേ പ്രശ്നമുള്ളൂ എന്നാണ്. എൻ്റെ കുടുംബത്തിൽ നിരന്തര പ്രശ്നങ്ങളാണ്. എൻ്റെ ഭർത്താവിന് പ്രശ്നമാണ്, എൻ്റെ കുട്ടികൾക്ക് പ്രശ്നമാണ്, എൻ്റെ കുടുംബത്തിന് പ്രശ്നമാണ്, എൻ്റെ വീട്ടു പ്രശ്നമാണ്. വരുന്നവരെല്ലാവരും ഇതാണ് പറയുന്നത്. സത്യത്തിൽ ഈ ലോകത്ത് പ്രശ്നങ്ങളില്ലാത്ത ആരും ഉണ്ടാവില്ല, എല്ലാവർക്കും ഉണ്ടാകും. യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുക എന്നത് ഈ ലോകത്ത് സാധ്യമല്ലാത്ത ഒന്നാണ്. നിങ്ങൾക്കൊരു രോഗമുണ്ട് വിചാരിച്ചു നോക്കുക. നിങ്ങൾ ആ രോഗം പൂർണ്ണമായി സുഖമാവുമോ? ഇവിടെ നിങ്ങൾക്കൊരു വൈകല്യമുള്ള കുട്ടിയുണ്ട്. ഞാൻ ഈ പ്രാവശ്യം ഒരു കുടുംബ പ്രശ്നത്തിൽ ഇടപെട്ടപ്പോൾ അവർക്കൊരു മകളുണ്ട്. എത്ര 5 വയസ്സായ ഒരു കുട്ടി. നമ്മൾ കേട്ടാൽ ആ ഉമ്മയെ നമ്മൾ സമ്മതിക്കണം. ആ കുട്ടിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. ഈ 5 വയസ്സായ കുട്ടിയെ കാലിൽ പരത്തി കിടത്തിയിട്ട് 3 മണിക്കൂർ സമയം വേണം ഒരു നേരത്തെ ഭക്ഷണം ആ കുട്ടിക്ക് കൊടുക്കാൻ. ഒരു സ്പൂണിൽ അല്പാൽപ്പം കൊടുത്ത് വെള്ളം കൊടുത്ത് അങ്ങനെ 3 നേരം ഭക്ഷണം കഴിക്കുമ്പോഴേക്കും 9 മണിക്കൂർ ആ സ്ത്രീക്ക് വേണം. എന്താണ് അതിനൊരു പരിഹാരം? ഒരു പരിഹാരമില്ല. മനസ്സുകൊണ്ട് വിചാരിക്കേണ്ടത് അള്ളാഹു എനിക്ക് തന്ന ഒരു പരീക്ഷണമാണ്. അതുകൊണ്ട് എനിക്ക് പരലോകത്ത് ഏറ്റവും അധികം കൂലി കിട്ടുക നിസ്കരിച്ചിട്ടല്ല, എൻ്റെ ഈ കുട്ടിനെ നോക്കുന്നതിന് മരിക്കുന്നത് വരെ ഞാൻ നോക്കിയാൽ എനിക്ക് കണക്കില്ലാത്ത പ്രതിഫലം പരലോകത്ത് കിട്ടും. അതുകൊണ്ട് ആ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കേണ്ട സമയമാകുമ്പോഴേക്കും പരലോകത്തേക്കുള്ള വലിയൊരു പ്രതിഫലത്തിനുള്ള ഒരുക്കം, നിസ്കരിക്കാൻ നമസ്കാര കുപ്പായം ഇടുന്നതിനേക്കാളും സന്തോഷത്തോടു കൂടെ ആ കുട്ടിയെ കാലിൽ കിടത്തും. ഇതിൻ്റെ വാക്കല്ല. കണക്കില്ലാത്ത കൂലി ക്ഷമക്ക് മാത്രമാണ്. ക്ഷമക്ക് മാത്രമേ കണക്കില്ലാത്ത കൂലി കൊടുക്കുള്ളൂ. നിങ്ങൾ എല്ലാവരും കേട്ടൊരു ഹദീസ് ഉണ്ടായിരിക്കും. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു സ്വർഗ്ഗക്കാരിയെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. റസൂലുള്ളാഹി പറഞ്ഞു, ഒരു സ്വർഗ്ഗക്കാരി. അപ്പോൾ സഹാബത്ത് വന്നു നോക്കി, സ്വർഗ്ഗക്കാരിയോ? അപ്പോൾ എന്താ സ്വർഗം കിട്ടാൻ കാരണം? ഈ സ്ത്രീ ഒരിക്കൽ നബി സ്വല്ലല്ലാഹു അടുക്കൽ വന്നു. എന്നിട്ട് ആ സ്ത്രീ പറഞ്ഞു, നബിയെ, എനിക്ക് അപസ്മാരമാണ് അസുഖം. അപസ്മാരം. ഒരു സ്ത്രീക്ക് അപസ്മാരം ഉണ്ടായാലുള്ള അവസ്ഥ ചിന്തിച്ചാൽ അറിയാൻ പറ്റും. അതുകൊണ്ട് ഞാൻ എവിടെയെങ്കിലുമൊക്കെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് വീഴും. അങ്ങനെ വീണ് കഴിഞ്ഞ് ഞാൻ ഉണരുമ്പോൾ എൻ്റെ വസ്ത്രം ദേഹത്ത് നീങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. എത്ര സ്ഥലത്താണ് എനിക്ക് അപമാനം വരുന്നത്. അതുകൊണ്ട് നബി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. വലക്കിൽ ജന്ന, നിനക്ക് സ്വർഗമുണ്ട്. നബി അവരോട് നേർക്കുനേരെ പറഞ്ഞു, നിനക്ക് സ്വർഗമുണ്ട്. ആ സ്ത്രീയോട് റസൂലുള്ളാഹി പറയാൻ, നിനക്ക് സ്വർഗമുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, നബിയെ, എങ്കിൽ എൻ്റെ അസുഖം എനിക്ക് നിലനിന്നോട്ടെ, എൻ്റെ വസ്ത്രം നീങ്ങാതിരിക്കാൻ ഒന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. പിന്നെ ഒരിക്കലും അവൾ അപസ്മാരം കൊണ്ട് വീഴാറുണ്ട്, പക്ഷെ വസ്ത്രം നീങ്ങാറില്ല. അത് നബിയുടെ പ്രാർത്ഥന. അവയെക്കുറിച്ച് പിൽക്കാലത്ത് ഉമർത്താവറെന്ന് പറയാണ്, ഇത് സ്വർഗത്തിന് നബി സ്വർഗമുണ്ടെന്ന് പറഞ്ഞ ഒരു സ്ത്രീയാണെന്ന്. സഹോദരിമാരെ, ആ സ്ത്രീക്ക് സ്വർഗമുണ്ട് എന്ന് ലോകത്തോട് റസൂലുള്ളാഹി പറഞ്ഞത് എന്തിനാണ്? നമുക്കെല്ലാവർക്കും വരും അതേപോലെ പ്രതിസന്ധി. അത് ജീവിതത്തിൽ നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്ന ഓരോ കുടുംബങ്ങളിൽപ്പെട്ട ആളുകൾക്കും ഇതുപോലെ ഒരു വയസ്സായ ഒരാൾ വീട്ടിലുണ്ടായ പോരെ, ഒരു പ്രായമായ ഒരാൾ വീട്ടിലുണ്ടായ പോരെ. ഒന്ന് ഭർത്താവിൻ്റെ കൂടെ ഒരു 10 മിനിറ്റ് പുറത്തിറങ്ങാനോ, നമുക്കൊന്ന് രാത്രി ശാന്തമായി ഉറങ്ങാൻ പോലും പറ്റൂല, വിളിച്ചുകൊണ്ടേയിരിക്കും, രാത്രി മുഴുവൻ ഉണർന്നിരിക്കണം. ഇതൊക്കെ മാറുമെന്ന് കാത്തിരിക്കുന്നിടത്ത പ്രശ്നം. ഇതൊക്കെ മാറും. അയാൾ മരിക്കുന്നതിന് മുമ്പ് നമ്മൾ മരിച്ചു എന്ന് വരാം. അയാൾ മരിച്ചിട്ട് നമുക്ക് സ്വസ്ഥത കിട്ടുമെന്ന് വിചാരിക്കുന്നത് അർത്ഥമുള്ളത്. എന്താ പരിഹാരം?
സഹോദരിമാരെ, എന്ത് പ്രതിസന്ധികളുണ്ടോ അതൊക്കെ സംതൃപ്തിയോടുകൂടെ ഉൾക്കൊള്ളുക, മനസ്സുകൊണ്ട് ഉൾക്കൊള്ളുക. അംഗവൈകല്യമുള്ള കുട്ടിയെ മറ്റു കുട്ടികളെക്കാളും നിങ്ങൾക്ക് കിട്ടിയ ഒരു അനുഗ്രഹമാണെന്ന് മനസ്സുകൊണ്ട് ഉൾക്കൊള്ളുക. അത് മാത്രമേ പറ്റുള്ളൂ. നിങ്ങളുടെ ഭർത്താവിന് ചില തകരാറുകളുണ്ട്. അങ്ങനെ തകരാറുകളില്ലാത്ത ഒരു ഭർത്താവ് ലോകത്താരുമില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാത്തൊരു ഭർത്താവുമില്ല. വിശുദ്ധ ഖുർആൻ പറയണമെന്ന് വെച്ചാൽ എന്താണോ തകരാറുള്ളത് ആ തകരാറാണ് നിങ്ങൾക്ക് ഏറ്റവും അള്ളാഹു ഖൈർ നിശ്ചയിച്ചിരിക്കുന്നത്. നിങ്ങൾക്കുള്ള ഗുണം ആ തകരാറിലാണുള്ളത് എന്നാണ്. അതിനെ തൽക്കാലം നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാണ്. ഉൾക്കൊണ്ടില്ലെങ്കിലോ ഇപ്പോൾ നമ്മുടെ ഭർത്താവ് ഒരു ദേഷ്യക്കാരനാണ്. ആ ദേഷ്യം നമ്മൾ എല്ലാ സമയത്തും ദേഷ്യപ്പെടുമ്പോഴെല്ലാം നമ്മളും അതുപോലെ പ്രതികരിക്കാൻ തുടങ്ങിയാൽ ആ സ്വഭാവം ഒരിക്കലും മാറുകയില്ലെന്ന് മാത്രമല്ല, ആ സ്വഭാവം ഉള്ളിടത്തോളം കാലം വീട്ടിൽ എന്നും ഫൈറ്റായിരിക്കും, എപ്പോഴും പ്രശ്നമാവില്ല. അയാൾ ദേഷ്യപ്പെടും, നമ്മൾ മറുപടി പറയും, മരിക്കുന്നത് വരെ തീരും ആ പ്രശ്നം. പക്ഷെ ആ ദേഷ്യപ്പെടുന്ന സമയത്ത് തൽക്കാലം അത് എനിക്ക് തന്ന ഭർത്താവിൽ അള്ളാഹു എനിക്ക് തന്നൊരു പരീക്ഷണം എന്ന നിലക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയാൽ ആ ദേഷ്യവും പൊട്ടിത്തെറിയും എല്ലാം വരുമ്പോഴും നമ്മുടെ മനസ്സിനോ മുഖത്തോ ഒരു ചെറിയ പ്രതിഷേധത്തിൻ്റെ വെറുപ്പ് പോലും, ഒരു ചുളിവ് പോലും വരാതെ നിൽക്കാനുള്ള ഒരു മനസ്സ് ഒരു സ്ത്രീ ഉണ്ടാക്കുന്നുവെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും വലിയ പരിഹാരം. ഞാൻ വളരെ സ്നേഹത്തോടു കൂടെ ഉമ്മമാരെ നിങ്ങളോട് പറയാണ്. സാധാരണ സ്ത്രീകൾ അസുഖം വരുമ്പോൾ പറയാറുണ്ട്, എന്തെങ്കിലും ഒരു ക്യാൻസർ വരിക അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരിക എന്ന് പറയുമ്പോൾ അവർ പറയും, എനിക്ക് മരിക്കാൻ പേടില്ല, എനിക്ക് രോഗത്തിൻ്റെ വേദനകളും പേടില്ല, പക്ഷേ എൻ്റെ കുട്ടികൾ എന്താവും, അതാണ് എൻ്റെ പ്രശ്നം. എല്ലാ ഉമ്മയും പറയാറുള്ളതാണ്. ഞാൻ ചോദിക്കുന്ന അങ്ങനത്തെ ഒരു ചിന്ത ആത്മാർത്ഥമാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീ ഒരു വിവാഹമോചനത്തെ ആഗ്രഹിക്കും. കാരണം വിവാഹമോചനം നിങ്ങളുടെ കുട്ടികൾക്ക് വരുത്തുന്നത് എന്താണെന്നറിയോ? എന്താണ്? പിതാവില്ലാതെയാക്കുന്നു, അല്ലെങ്കിൽ ഉമ്മയില്ലാതാക്കുന്നു. എത്ര കുട്ടികൾക്ക് വാപ്പുണ്ട്, ഉമ്മല്ല. എന്തൊരു വിഷമകരമായിരിക്കും ആ ഒരവസ്ഥ. കുട്ടികൾ ഉൾക്കൊള്ളുന്നതിൻ്റെ മാനസികാവസ്ഥ എന്ന് മനസ്സിലാക്കണം. ഒരിക്കലും ഒരു കുട്ടിക്ക് വാപ്പയില്ലാതെ ഉമ്മയില്ലാതെ ജീവിക്കാൻ പറ്റും തരും. ഇപ്പോൾ സ്കൂളിൽ ചെല്ലുമ്പോൾ കുട്ടികൾ തൻ്റെ ഉമ്മയെക്കുറിച്ച് പറയുമ്പോൾ ഉമ്മയില്ലാത്തൊരു കുട്ടി ഇരുന്ന് ഒറ്റയ്ക്ക് കരയും. വാപ്പയില്ലാത്തൊരു കുട്ടി ഒറ്റയ്ക്കിരുന്ന് കരയും. മറ്റുള്ളവർ വാപ്പയെക്കുറിച്ച് പറയുമ്പോൾ അത്ര സഹിക്കാനാവാത്തതാണ്. പക്ഷേ ഒരു ദേഷ്യത്തിൻ്റെ പേരിൽ, തൻ്റെ ഒരു ജീവിതത്തിൻ്റെ ചെറിയൊരു സൗകര്യത്തിൻ്റെ പേരിൽ പിടിച്ച പിടിയാൽ കോടതിയിൽ പോയി ഡൈവേഴ്സ് വാങ്ങുന്ന എത്ര പുരുഷന്മാരും എത്ര സ്ത്രീകളുമുണ്ട്. അവിടെ കുട്ടികൾ വാപ്പയില്ലാതാകുന്നു, ഉമ്മയില്ലാതാകുന്നു. ഞാൻ ഇന്നും ഓർക്കുന്നു, ഒരു കുട്ടി അവനെ ഗർഭത്തിലാകുന്ന സമയത്താണ് വാപ്പ മരിച്ചത്. അങ്ങനെ ആ കുട്ടി ജനിച്ചു വളർന്നു. അവൻ ഇടയ്ക്കിടയ്ക്ക് വാപ്പയെ ചോദിക്കും. എന്നോ പണ്ട് നഷ്ടപ്പെട്ടു പോയൊരു കല്യാണ ഫോട്ടോയിൽ അവൻ്റെ വാപ്പയുടെ ഫോട്ടോ ഉണ്ട്. ഉമ്മ ഒരു ദിവസം കാണിച്ചു കൊടുത്തു. ആ ഫോട്ടോ പിന്നെ അവൻ ഒരിക്കലും കയ്യിൽ വെക്കില്ല. ഒരു ദിവസം ആ ഫോട്ടോ നഷ്ടപ്പെട്ടു പോയി. അവൻ കരയാൻ തുടങ്ങി. പിന്നെ ആ ഫോട്ടോ തിരിച്ച് കിട്ടുന്നത് വരെ കരച്ചിലായിരുന്നു. പക്ഷെ അവൻ വളർന്നു വരും തോറും ഉമ്മയോ അവൻ ശല്യപ്പെടുത്തി കൊടുത്തു. എനിക്കെൻ്റെ വാപ്പല്ലല്ലോ, എൻ്റെ വാപ്പനെ കാണാൻ പറ്റുന്നില്ലല്ലോ. ഒരു ദിവസം അവൻ്റെ ഉമ്മ അവനോട് തുറന്നു പറഞ്ഞു. എന്താ പറഞ്ഞു തരൂ? മോനെ, വാപ്പ ഇല്ലാത്തതാണ് നിനക്ക് നല്ലത്. എന്താ? നിന്റെ വാപ്പയുള്ള കാലത്ത് ഒരിക്കലും എന്നെ നിന്റെ വാപ്പ ശ്രദ്ധിച്ചിട്ടില്ല, നോക്കിയിട്ടില്ല. നിന്റെ ജ്യേഷ്ഠനെയോ ഒന്നും മക്കളെന്ന നിലക്കൊന്ന് താലോലിച്ചിട്ട് പോലുമില്ല. അയാൾ ഫുള്ള് വേറെ പല കാര്യങ്ങളും തിരക്കിലായിരുന്നു. ഒരു പക്ഷേ വാപ്പയുണ്ടെങ്കിൽ നിനക്ക് വാപ്പയെ കാണാൻ ആഗ്രഹമുണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് നിന്നെ സംബന്ധിച്ചിടത്തോളം നിനക്ക് വാപ്പയെ ഇഷ്ടപ്പെടാൻ പറ്റുന്നത് വാപ്പ ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് വാപ്പനെ നീ ഇഷ്ടപ്പെട്ടോ, വാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ, വാപ്പയ്ക്ക് നന്മ വരാൻ വേണ്ടി നീ ആഗ്രഹിച്ചോ എന്ന് ആ ഉമ്മ മറുപടിയായി പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. സഹോദരിമാരെ, നിങ്ങളൊന്നും നിങ്ങളുടെ വിഷമങ്ങളെ മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ ശ്രമിക്കൂ. വിശുദ്ധ ഖുർആനിൽ ഈ ഒരു സൂറത്ത് മാത്രം മതി. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യന് നഷ്ടാണ്. മനുഷ്യൻ്റെ ജീവിതം വെറുതെ പോയി സഹോദരിമാർ. ആർക്കൊഴികെ? വിശ്വാസം, പരലോകത്തിലും പടച്ചോലൊക്കെ വിശ്വാസമുണ്ടോ? എന്തെങ്കിലും വല്ല നന്മയും ചെയ്തിട്ടുണ്ടോ? വതവാ സൗബിൽ ഹക്കി, ആർക്കെങ്കിലും വല്ല നല്ല കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? നാലാമത് പറഞ്ഞ് വതവാ സൗബിസ് സബ്ർ, ക്ഷമ. ക്ഷമിച്ചവർക്ക് ജീവിതം കിട്ടി, ക്ഷമിക്കാത്തവർക്ക് ജീവിതം നഷ്ടമായി. എന്താ സംശയം? ഇപ്പം ഞാൻ ഇങ്ങോട്ടേക്ക് യാത്ര പോകുന്നു, ഞാൻ വീട്ടിലുണ്ടാകണമെന്നല്ലേ എൻ്റെ ഭാര്യ ആഗ്രഹിക്കുക. അപ്പം എൻ്റെ ഭാര്യയുടെ മനസ്സിൽ എന്തായിരിക്കും? എല്ലാ ദിവസവും പരിപാടി, എല്ലാ രാത്രിയും പരിപാടി. പക്ഷേ ചെറിയൊരു എന്തായാലും ഞാൻ പോരും, ഞാനൊരു കാര്യത്തിന് തീരുമാനിച്ചാൽ ഞാൻ പോരുമല്ലോ.
അപ്പോൾ ഒരു അസംതൃപ്തി പ്രകടിപ്പിച്ചു വിചാരിച്ചു. നിങ്ങൾ അസംതൃപ്തി പ്രകടിപ്പിച്ചാൽ എന്താ ഉണ്ടാവുക? ഞാൻ ഈ വരുന്നതിനൊരു പ്രതിഫലം അവൾക്ക് ലഭിക്കാനുണ്ട്, ആ പ്രതിഫലം അവൾക്ക് നഷ്ടപ്പെട്ടു പോകും. നിങ്ങൾ നിങ്ങളുടെ വാപ്പയെ നോക്കുന്നു, ഉമ്മനെ നോക്കുന്നു, പക്ഷെ ഇത് മാനസികമായ ഒരു വെറുപ്പോട് കൂടിയാണെങ്കിലോ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ചെറിയ മകൻ്റെ വീട്ടിലാണ് ആരുണ്ടാവുക? ഉമ്മ ഉണ്ടാവുക. ഇവിടെ എങ്ങനെയെന്ന് എനിക്കറിയില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ആ മരുമകൾ വിചാരിക്കുന്നത് എൻ്റെ വിധി. എന്താ എൻ്റെ വിധി? ഞാൻ ചെറിയ മകൻ്റെ ഭാര്യയായി വന്നതുകൊണ്ട് എൻ്റെ വിധി. അങ്ങനെ നോക്കും, നമുക്ക് വേണ്ടതൊക്കെ കൊടുക്കും, ഭർത്താവിൻ്റെ മാതാവിനെ ശരിക്കും നോക്കും, ആശുപത്രി കൊണ്ടുപോകും, കൈ പിടിക്കും, കഴുകി കൊടുക്കും, കുളിപ്പിച്ചു കൊടുക്കും, ഒക്കെ ചെയ്യും. പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ ഇതെനിക്ക് വന്നൊരു വിധി എന്നാണെങ്കിൽ ആ സ്ത്രീൻ്റെ ജീവിതം മുഴുവൻ പോയില്ലേ? സഹോദരിമാരെ, നഷ്ടപ്പെട്ടു പോയില്ലേ? ഇസ്ലാമിൽ എങ്ങനെ അറിയാം? നിസ്കരിക്കും, നോമ്പും ഒരാൾ ചെയ്താൽ പോരാ. അയാൾ പറയണം എന്ത്? റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ റസൂലാ. റളീതു ബില്ലാഹി റബ്ബൻ, അള്ളാഹുവിനെ ഞാൻ റബ്ബായി തൃപ്തിപ്പെട്ടു. അള്ളാഹു എനിക്ക് പരീക്ഷണങ്ങൾ തന്നിട്ടുണ്ട്, പ്രയാസങ്ങൾ തന്നിട്ടുണ്ട്, അനാഥത്വം തന്നിട്ടുണ്ട്, വൈദവ്യം തന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് പടച്ചവനെ ഇഷ്ടമാണ്. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാമിനെ ഞാൻ മതമായി ഇഷ്ടപ്പെട്ടു. ഞാനിങ്ങനെ ബുദ്ധിമുട്ടി നിർബന്ധമായതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടതല്ല. ഇതെനിക്കിഷ്ടമാണ്. ഈ പർദ്ദ എനിക്കിഷ്ടമാണ്, ഈ ഇസ്ലാം എനിക്കിഷ്ടമാണ്, ഈ ദീൻ എനിക്കിഷ്ടമാണ്, ഈ മര്യാദകളും അച്ചടക്കങ്ങളും എനിക്കിഷ്ടമാണ്. വബി മുഹമ്മദിൻ റസൂല, മുഹമ്മദ് നബിയെ ഞാൻ റസൂലായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. സഹോദരിമാരെ, സംതൃപ്തിപ്പെടൂ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു കഥ. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ കുട്ടിയാകുന്ന സമയത്ത് ഉപേക്ഷിച്ച് പോയതാണ് ഇബ്രാഹിം നബി. കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഇബ്രാഹിം നബി ഒരിക്കൽ കൂടെ മക്ക സന്ദർശിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ ഇസ്മായിൽ നബിൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഇസ്മായിൽ നബി അലൈഹിസ്സലാം അവിടെ ഇല്ല. അപ്പോൾ ഇസ്മായിൽ നബിൻ്റെ ഭാര്യയോട് വിശേഷങ്ങളെല്ലാം ചോദിച്ചു. അമ്മോശൻ വിശേഷങ്ങളൊക്കെ ചോദിച്ച സമയത്ത് ആ സ്ത്രീ പറഞ്ഞ വാക്ക് ഹദീസിൽ ഇങ്ങനെ കാണാൻ പറ്റും. നഹ്നു ബിശ്ശർരിൻ, ഞങ്ങളെ കാര്യം മഹാകഷ്ടമാണ്. നഹ്നു ഫീ ലീക്കിൻ വശിദ്ദ, ഞങ്ങൾ ഭയങ്കര കുടിസതയിലും പ്രയാസത്തിലുമാണ് ഇവിടെ ജീവിക്കുന്നത്. ഫശക്കത്ത് ഇലയിൽ, കുറേ പരാതികൾ ഇങ്ങനെ ഇബ്രാഹിം നബിയോട് പറഞ്ഞു. അപ്പോൾ ഇബ്രാഹിം നബി അതൊക്കെ കേട്ടുപോയി. തിരിച്ചു വന്ന് ഇസ്മായിൽ നബി അലൈഹിസ്സലാം വന്നപ്പോൾ ചോദിച്ചു, പറഞ്ഞു ഇങ്ങനെ ഒരാൾ, വയസ്സായ ഒരാൾ വന്നിരുന്നു. അയാളുടെ രൂപങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ദാക്ക അബി, അത് എൻ്റെ വാപ്പയാണ് വന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് എന്താണ് എൻ്റെ വാപ്പ നിന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞു. എന്താ വെച്ചാൽ ഗയ്യിർ അത്തബത്ത്, എൻ്റെ ഈ ഉമ്മരപ്പടി ഒന്ന് മാറ്റി വെക്കണം എന്ന് ഭർത്താവിനൊന്ന് പറയണമെന്നാണ്. ഉമ്മരപ്പടി മാറ്റി വെക്കണം എന്ന് പറയണമെന്നാണ്. ഉമ്മരപ്പടി മാറ്റി വെക്കണം എന്ന വാക്കിൻ്റെ അർത്ഥം ഇസ്മായിൽ നബിക്ക് മനസ്സിലായി. ആ ഭാര്യയെ ത്വലാക്ക് ചെയ്യുകയും വേറെ വിവാഹം കഴിക്കുകയും ചെയ്യുന്നു പറയും. അപ്പോൾ നമുക്ക് തോന്നുന്നു ഇത്ര നിസ്സാരമാണോ ഒരു ത്വലാക്ക് എന്ന് നിങ്ങൾക്ക് തോന്നിക്കാണും. ഒരു പക്ഷേ ആ പറഞ്ഞ വാക്കിൻ്റെ മർമ്മം നമ്മൾ മനസ്സിലാക്കണം. സ്വന്തം ഭർത്താവിനെ കുറിച്ച് ഒരു പരാതി മറ്റുള്ളവരോട് പറയാമെന്ന് പറഞ്ഞാൽ പിന്നെ ആ ബന്ധത്തിലെ അവസ്ഥ അല്ലല്ലോ. അപ്പോൾ കാര്യം നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ കുറ്റം പറയുന്നൊരവസ്ഥ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ഭർത്താവും തമ്മിൽ എന്തില്ല? മാനസിക പൊരുത്തമില്ല. നിങ്ങൾ ഒന്നിച്ച് താമസിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ വീട്ടിലൊരാൾ വന്നാൽ എൻ്റെ ഭാര്യയ്ക്ക് എന്നെക്കുറിച്ച് അയാളോട് കുറ്റം പറയാൻ പറ്റുമെങ്കിൽ സ്വാഭാവികമായും ഞങ്ങൾ തമ്മിൽ വേർപെട്ട് കഴിഞ്ഞു. ഒരിക്കലും പറ്റൂല. സാധാരണ ആൾക്കാരെന്താ ചെയ്യാച്ചാൽ ന്യായീകരിക്കുക ചെയ്യും, ഇത് തകർന്നുണ്ടെങ്കിൽ. അപ്പോൾ എൻ്റെ വീട്ടിലൊരാൾ വന്നാൽ എന്നെക്കുറിച്ച് എൻ്റെ ഭാര്യ പരാതി പറയുന്നുവെങ്കിൽ അവളും ഞാൻ തമ്മിലുള്ള ബന്ധം തീർന്നു. രണ്ടാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഒരു മാനസികമായി ഉൾക്കൊണ്ടില്ല. ആ ദുരിതങ്ങളും തൻ്റെ ഭർത്താവിൻ്റെ ജീവിത പ്രയാസങ്ങളും കാര്യങ്ങളും ഉൾക്കൊണ്ട് കൂടെ ജീവിക്കാൻ ആ ഭാര്യയ്ക്ക് പറ്റുന്നില്ലെങ്കിൽ ആ ദാമ്പത്യത്തിൽ എന്താ അവസ്ഥയാണുള്ളത്? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ജീവിതത്തിൻ്റെ പ്രതികൂലതകളെ, ദാമ്പത്യത്തിൻ്റെ പ്രശ്നങ്ങളെ, ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കും വന്ന ബുദ്ധിമുട്ടുകളെ എല്ലാം നമ്മൾ പരസ്പരം ഉൾക്കൊള്ളാനും അത് മനസ്സുകൊണ്ട് ഉൾക്കൊണ്ട് അതിൽ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കാനും നമ്മൾ തയ്യാറാവുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സഹോദരിമാരെ, മൂന്നാമത്തത്, നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്രദമാവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ നിർവഹിക്കുക എന്നുള്ളതാണ്. അതുകൂടെ നമുക്ക് പറയാം. നിങ്ങൾക്കൊരു വലിയ ചുമതലയുണ്ട്, അത് നിങ്ങൾ നിർവഹിക്കണം. അത് പറയാൻ കാരണം എന്താ അറിയോ? ഇപ്പോൾ എനിക്കും നിങ്ങൾക്കൊക്കെ മാതാപിതാക്കളുണ്ടല്ലോ. നമുക്ക് വെറുതെ നമ്മുടെ കഴിഞ്ഞ കാലത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. നിങ്ങൾ നിങ്ങളുടെ വാപ്പയെക്കുറിച്ചും ഉമ്മയെക്കുറിച്ചും പൂർണ്ണ സംതൃപ്തരാണോ ജീവിതത്തിൽ? അവർക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം നമുക്ക് ചെയ്ത് തന്നു എന്നാണോ നമ്മൾ വിശ്വസിക്കുന്നത്?
അതോ അവർ വീഴ്ച വരുത്തി എന്ന് വിശ്വസിക്കുന്നുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എൻ്റെ വാപ്പ ചെയ്യേണ്ട കാര്യം എൻ്റെ വാപ്പ ചെയ്തില്ലെങ്കിൽ എനിക്ക് അതിൻ്റെ ഒരു കുറവുണ്ടാവും. എൻ്റെ ഉമ്മ എനിക്ക് തരേണ്ട ഒരു കാര്യം ഉമ്മ തന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു വൈകല്യം എൻ്റെ ജീവിതകാലം മുഴുവൻ എനിക്കുണ്ടാവും. അതിൽ യാതൊരു സംശയമല്ല. നമ്മുടെ ഈ കുട്ടി നമ്മൾ ബന്ധപ്പെടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, അവരുടെ ജീവിതവും സ്വഭാവവും ഒക്കെ രൂപപ്പെട്ടു വരുന്നത് മാതാപിതാക്കളിൽ നിന്നാണ്. അതുകൊണ്ട് ഒരു നല്ല സംസ്കാരവും നല്ലൊരു ജീവിതവും വരുത്തുന്നിടത്ത് നിങ്ങൾക്ക് വലിയ പങ്ക് നിർവഹിക്കാൻ. ഞാനത് പറയുമ്പോൾ നമ്മുടെ കൂലി അതിലാണ് നിലകൊള്ളുന്നത്. ഞാനൊരു സംഭവം പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിനെ ഹൈബറിലേക്ക് നിയോഗിക്കുകയാണ്. വലിയൊരു സംഭവമായിട്ട് ഹദീസിൽ പറയുന്ന സംഭവമാണ്. അപ്പോൾ നബി തലേന്ന് രാത്രി സഹാബത്തോട് പറഞ്ഞു, നാളെ എന്നെ റായ, ഈ പതാക നാളെ ഞാൻ ഒരാളെ കയ്യിൽ കൊടുക്കും. അപ്പോൾ സഹാബത്തൊക്കെ ആഗ്രഹിച്ചു, റസൂലുള്ള തിരഞ്ഞെടുക്കുന്ന ആ ആള് ഞാനാകണേ എന്ന് എല്ലാവരും ആഗ്രഹിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന് മാത്രമാണ് ഒരു നേതാവാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്, അന്ന് മാത്രമായിരുന്നു. ജീവിതത്തിൽ ആകെ നേതൃത്വം കിട്ടുമെന്ന് മോഹിച്ചത് അന്നാണ്. പിറ്റേന്ന് എല്ലാവരും വന്നു, എല്ലാവരും രാത്രി പ്രാർത്ഥിച്ചു, എനിക്ക് കിട്ടണേ ആ പതാക എന്ന് എല്ലാവരും പ്രാർത്ഥിച്ചു. പക്ഷെ നബി കാസമ വന്നിട്ട് നബി ചോദിച്ചു, അതിന് അലി റളിയല്ലാഹു അൻഹു എവിടെയാണെന്ന് ചോദിച്ചു. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് കണ്ണിന് സുഖമില്ല. അപ്പോൾ നബി കാസമ നബിൻ്റെ തുപ്പലുകൾ കണ്ണിൽ പുരട്ടി. അദ്ദേഹം പറയുന്നു, എൻ്റെ കണ്ണിൻ്റെ വേദന ആ നിമിഷം അവസാനിച്ചു, പിന്നെ ഒരിക്കലും എനിക്ക് കണ്ണ് വേദന അനുഭവപ്പെട്ടിട്ടില്ല എന്നാണ്. ഏതായിരുന്നാലും ആ പതാക അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു. പതാക അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്ത് അദ്ദേഹം പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അദ്ദേഹത്തോട് പറഞ്ഞ വാക്ക് നിങ്ങൾ കേട്ട് കാണും, ലഅൻ യഹ്ദി അല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൻ ലക മിൻ ഉംരിൻ നഅം. അലിയെ, നിന്റെ കൈക്ക് ഒരാൾ ഈ ഇസ്ലാമിലേക്ക് വന്നാൽ ചുവന്ന ഒട്ടകങ്ങളെക്കാളും നിനക്ക് ഉത്തമം അതാണ്. സഹോദരിമാരെ, ഒരാളെ നമ്മൾ നന്മയിലേക്കും ഹിദായത്തിലേക്കും, റജുലൻ വാഹിദൻ, ഒരൊറ്റ മനുഷ്യൻ. ഈ ഹദീസിനെ വ്യാഖ്യാനിക്കുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഈ ലോകത്ത് ഉള്ള മുസ്ലിങ്ങൾക്ക് മുഴുവനും ഹിദായത്ത് കിട്ടാൻ കാരണക്കാരൻ ആരാണ്? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പം നബിൻ്റെ കൂലി എത്രയും കാലം? നബിക്ക് എത്ര പ്രതിഫലം കിട്ടുക? ലോകത്ത് ഇസ്ലാമിനെ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പോലെ മഹാപണ്ഡിതന്മാർക്ക് എത്രയും കാലം പ്രതിഫലം കിട്ടുക? സഹോദരിമാരെ, സംശയിക്കേണ്ട. നിങ്ങളുടെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നിങ്ങൾ 100% ദീനുള്ളവരായി വളർത്തിയാൽ നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ നിങ്ങളുടെ അടുക്കളയിലും നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ദുഃഖിച്ചതും വിഷമിച്ചതും ആശങ്കപ്പെട്ടതും അവർ വരാൻ വൈകിയപ്പോൾ നിങ്ങളുടെ മനസ്സ് വേദനിച്ചതും എല്ലാം നിങ്ങൾക്ക് പരലോകത്ത് കണക്കില്ലാത്ത കൂലിയായി കിട്ടും. നിങ്ങൾ അവരെ ഡോക്ടറാക്കി എഞ്ചിനീയറാക്കി നല്ല തന്നെ, പക്ഷെ അവരങ്ങനത്തെ ഒരു ജീവിതത്തിലേക്ക് പോയി അവരതിൽ എത്ര വരുമാനത്തോടെ ജീവിച്ചാലും അതിനെന്തെങ്കിലും നിങ്ങൾക്ക് തന്നാൽ കിട്ടി. അവന് 1.5 ലക്ഷം രൂപ ശമ്പളമുണ്ട്, നിങ്ങൾക്കൊരു 5000 രൂപ തന്നാൽ കിട്ടി. നിങ്ങളെ ഗൾഫിലേക്ക് ഒരു വിസിറ്റിന് കൊണ്ടുപോയാൽ അത് കിട്ടി, ഒരു ഉംറ കിട്ടിയാൽ കിട്ടി. പക്ഷെ അവന് ദീനുണ്ടോ? അതിൻ്റെ ഒരു പങ്ക് നമുക്ക് എന്തായാലും കിട്ടും. നമ്മൾ ഒരല്പം ഗൗരവത്തോടെ ശ്രദ്ധിക്കണം. കാരണം എന്താ, ഇപ്പോൾ ഈ അടുത്ത ദിവസം ഞാൻ കേട്ടത് ഞെട്ടിപ്പിക്കുന്നൊരു വാർത്തയാണ്. ഒരു കുടുംബം ഒന്നിച്ചാണ് ഒരു സ്ഥലത്ത് താമസിക്കുന്നത്. അതിൽ ഒരു കുട്ടിക്ക് എവിടെ നിന്നോ കുറച്ച് ലഹരി പദാർത്ഥം കിട്ടി. അവനത് അവൻ്റെ അനുജന്മാർക്ക് മുഴുവൻ കൊടുത്തു. അവസാനം ഇത് കിട്ടാത്ത അവസ്ഥ വന്നപ്പോൾ ഇവന് ഭ്രാന്ത് പോലെയായി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തപ്പോൾ അവൻ സുഖമായപ്പോൾ പറഞ്ഞു, ഞാനിത് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തം കുട്ടികളെ വിളിച്ചപ്പോൾ എല്ലാവരും അതിൻ്റെ അടിമയായിരിക്കുകയാണ്. സഹോദരിമാരെ, നഷ്ടപ്പെട്ടു പോയി നമ്മൾ കുട്ടി. നിങ്ങൾ ഈ സ്കൂളിലും പ്ലസ് ടുവിലൊക്കെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോയി വരുമ്പോഴുള്ള പോലെ അല്ല. സത്യത്തിൽ എന്ത് വരെങ്കിൽ കുറച്ച് സ്വന്തമായിട്ടൊരു കോളേജിലേക്ക് എത്താൻ തുടങ്ങുമ്പോൾ അവരെ മനസ്സിൽ നല്ല ഇസ്ലാമിക ബോധം നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ അവർ കൈവിട്ടു പോകുമെന്ന് ഉറപ്പാണ്. കാരണം നമ്മളൊക്കെ പലപ്പോഴും നല്ല ബന്ധത്തിലുണ്ടായിരുന്ന പല കുട്ടികളും പിന്നീട് വളരെ മോശമായ അവസ്ഥയിൽ നമ്മൾ കാണേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അവർക്ക് ദീനിയായ നിലക്കുള്ള ഒരു നല്ല വിശ്വാസവും നല്ലൊരു അവസ്ഥയും ഉണ്ടാക്കി കൊടുക്കണം. അതിനെന്താ പരിഹാരമാർഗം? അതിന് പരിഹാരമാർഗം എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ 6000 ചില്ലാനം വചനങ്ങളുണ്ട്. അതേപോലെ തന്നെ പിന്നെ 114 അധ്യായങ്ങളുണ്ട്. ഇതിൻ്റെ വിശ്വാസം ഒരു ഹൃദയത്തിൽ കടന്നാൽ നമ്മളെക്കാളും ഉഷാറാവും നമ്മുടെ കുട്ടികൾ. നമ്മളെക്കാളും ഉഷാറായിരിക്കും നമ്മുടെ കുട്ടികൾ, സംശയം വേണ്ട. നിങ്ങൾക്ക് ദീനിൻ്റെ കാര്യങ്ങളിൽ ഒരു മാർഗനിർദ്ദേശം നൽകാൻ മാത്രം നിങ്ങളുടെ കുട്ടികൾ ഉയർന്നു വരും. നമ്മളൊക്കെ CRE ക്ലാസ്സുകളിലും
ക്യാമ്പസുകളൊക്കെ കാണുന്ന കുട്ടികളെ കാണുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതം തോന്നും. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് ഒരു പയ്യൻ അവനൊരു ദിവസം എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് അവൻ പറഞ്ഞു, 2 പ്രശ്നങ്ങൾ ഞാൻ അഭിമുഖീകരിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് നിങ്ങൾ എന്തെങ്കിലും ഉപദേശം തന്നില്ലെങ്കിൽ എൻ്റെ മാനസിക നില തെറ്റിപ്പോവും. ഒന്നെന്തായിരുന്നു വെച്ചാൽ അവനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തോന്നും, ഞാൻ മരിക്കുമോ എന്നിങ്ങനെ തോന്നും, അവൻ്റെ മനസ്സിൽ തോന്നും. രണ്ടാമത്തെ ഒരു തോന്നൽ എന്താ വെച്ചാൽ, രണ്ടാമത്തെ പ്രശ്നം, അവൻ അവിടുന്ന് ഇവിടുന്നൊക്കെ ദീനിയായ കാര്യങ്ങൾ കേട്ടപ്പോൾ അതനുസരിച്ച് ജീവിക്കണമെന്നൊരു ഭയങ്കര ആഗ്രഹം അവൻ്റെ മനസ്സിൽ. അപ്പോൾ അവൻ സ്വാഭാവികമായി അവൻ മനസ്സിലാക്കി നെരിയാണിക്ക് താഴെ വസ്ത്രം പോവുകയാണെങ്കിൽ ആ ഭാഗം നരകത്തിലാണെന്ന്. അപ്പോൾ അത് കേട്ടപ്പോൾ അവൻ്റെ പാൻസ് മുഴുവൻ എടുത്തിട്ട് എന്ത് ചെയ്തു, ആ നെരിയാണിക്ക് താഴെയുള്ള ഭാഗം കട്ട് ചെയ്ത് അടിച്ചു കൊണ്ടുവന്നു. അതേമാതിരി തന്നെ എപ്പോഴും ഇങ്ങനെ ക്ലീൻ ഷേവായി നടക്കുന്നത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരങ്ങൾക്ക് അത്ര നിരക്കാത്താണെന്ന് മനസ്സിലാക്കിയപ്പോൾ, അത് ചെറിയ പ്രായക്കാരനാണ്, താടി ചെറുതായിട്ട് അങ്ങനെ ഷേവ് ചെയ്യുന്നില്ല എന്ന് മാത്രം, ഒരു താടി ഒന്ന് അവൻ്റെ മുഖത്തുണ്ട്, അടുത്ത് വന്ന് നിൽക്കുമ്പോൾ കാണുകയെന്നല്ലാതെ കാണൂല, ഇത്ര ചെയ്തുള്ളൂ. നമസ്കാരത്തിന് കൃത്യം ഭാഗം കൊടുത്താൽ പള്ളിയിൽ പോവും. പക്ഷേ അവൻ്റെ വാപ്പക്കും ഉമ്മക്കും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് കളിയാക്കും. അപ്പോൾ ചോദിക്കും, ഇതെന്താനും എൻ്റെ മുഖത്തേക്ക് നോക്കാൻ പറ്റുന്നില്ലടോ, എന്താ എൻ്റെ കോലം, എന്താ എൻ്റെ പാൻസിൻ്റെ ഒരു കോലം, ഇതെപ്പോഴും വാപ്പയും ഉമ്മയും ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്താ വെച്ചാൽ ഇവനിത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ വാപ്പയും ഉമ്മയും എതിര്, അവൻ എന്ത് ചെയ്യും, ഭയങ്കര പ്രതിസന്ധിയല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു സമയം വന്നപ്പോൾ അവന് ഭയങ്കര മാനസിക സംഘർഷമായി. കാരണം പാൻസ് ഇറക്കാനും വയ്യ, എന്നാൽ വാപ്പനെയും ഉമ്മനെയും ഒഴിവാക്കാനും വയ്യ. മനസ്സാകെ പ്രയാസപ്പെട്ടു. കാരണം അത്ര ഇഷ്ട വാപ്പനോടും ഉമ്മനോടും പ്രയാസമായി പോയി. യഥാർത്ഥത്തിൽ ഞാൻ പല കാര്യങ്ങളും അവന് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു. അവൻ പറഞ്ഞു, എന്തായാലും ഇനി വാപ്പയും ഉമ്മയും എന്ത് ചെയ്താലും ഞാനിതൊന്ന് മാറാൻ റെഡിയാണ്, എനിക്ക് വാപ്പൻ്റെയും ഉമ്മൻ്റെയും വെറുപ്പില്ലാതിരിക്കാൻ എന്തു ചെയ്യാൻ പറ്റുമെന്നൊന്ന് പറഞ്ഞു തരണമെന്നാണ് ആ പയ്യൻ ആവശ്യപ്പെടുന്നത്. സഹോദരിമാരെ, സഹോദരങ്ങളെ, നമ്മൾ ഒന്നിച്ച് നമ്മുടെ മക്കൾക്ക് ഒരു നല്ല ദീനിയായ ബോധവും ഒരു കാഴ്ചപ്പാടും നമ്മൾ നൽകുമ്പോൾ ആ മാറ്റങ്ങൾ നമുക്കുണ്ടാവും. എല്ലാറ്റിലും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അങ്ങനത്തെ ഒരു ബോധം നമ്മൾ നൽകേണ്ടത്. അപ്പോൾ നമ്മൾ പരിശോധിക്കുമ്പോൾ എന്താ വെച്ചാൽ, പൊതുവെ കുട്ടികളുമായുള്ള നമ്മുടെ ഇടപെടലുകളിൽ വലിയ പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്, വലിയ പ്രശ്നം. ഇപ്പോൾ ഞാൻ ഒരു ഊഹം പറഞ്ഞാൽ, ഞങ്ങളുടെ നാട്ടിലാണ് ഇവിടുത്തെ അവസ്ഥ എനിക്കറിയില്ല, ഇവിടുത്തെ വീടിൻ്റെ അവസ്ഥകളിൽ ഞങ്ങളുടെ നാടിൽ നിന്ന് ഇപ്പോൾ ഭയങ്കര വ്യത്യസ്തമായിരിക്കും. പക്ഷേ എങ്കിലും ഞാൻ പറയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏറ്റവും മുതിർന്ന കുട്ടി പെൺകുട്ടിയാണോ, മുതിർന്ന കുട്ടി പെൺകുട്ടിയാണോ എങ്കിൽ ആ ഉമ്മയും ആ മകളും തമ്മിൽ ഒരു ചെറിയ പ്രശ്നം വീടുകളിൽ നിലനിൽക്കുന്നു. ഞങ്ങളുടെ നാടുകളിലൊക്കെ വ്യാപകമായി കാണുന്നു എപ്പോഴും പ്രശ്നം. ആ പ്രശ്നത്തിൻ്റെ പേരിൽ ധാരാളം പ്രയാസങ്ങൾ വീട്ടിലുണ്ടാവും. തിരിച്ചാണ് വേണ്ടത് തിരിച്ചാണ്. കാരണം ഒരു ഉമ്മക്ക് എപ്പോഴും മുതിർന്നു വരുമ്പോൾ പരസ്പരം മാനസികമായി പങ്കുവെക്കാൻ ഏറ്റവും നല്ലത് ആരാണ്? മുതിർന്നൊരു പെൺകുട്ടിയാണ് നല്ലത്. പക്ഷെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഇതിൻ്റെ കാരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാരണം എന്താ വെച്ചാൽ, സാധാരണഗതിയിൽ ആളുകൾ പറയുന്നത് ഒരു 7 വയസ്സ് ആകുന്നത് വരെ നമുക്ക് കുട്ടികളെ എങ്ങനെ സ്നേഹിക്കാം. എന്നാൽ നമ്മളവരെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് കൂടെ നടത്തി തോളിൽ വെച്ച് ഒപ്പം കെട്ടിപ്പിടിച്ച് കടന്ന് എത്ര സ്നേഹിച്ചാലും ആ സ്നേഹം കൊണ്ടൊരു ദോഷവും വരില്ല, മനസ്സിലായി. പക്ഷെ ഒരു 7 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ സ്നേഹത്തോടെ പറഞ്ഞു തുടങ്ങണം, പറഞ്ഞിങ്ങനെ കൊടുക്കണം. നിസ്കരിച്ചില്ലെങ്കിൽ നിസ്കരിക്കാൻ പറയണം, അങ്ങനെ പറയണം. ഒരു 12 വയസ്സ് വരെ നിങ്ങൾക്കത് തുടരാം. ഒരു 12 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളൂ, പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ അനുജത്തിയോട് എങ്ങനെ പെരുമാറുക. നിങ്ങൾക്കൊരു അനുജത്തി ഉണ്ടാവും, എങ്ങനെ പെരുമാറുക. നിങ്ങളുടെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയോട് നിങ്ങൾ എങ്ങനെ പെരുമാറുക. നിങ്ങളുടെ ഭർത്താവിൻ്റെ അനുജൻ്റെ ഭാര്യയോട് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ അയൽപക്കത്ത് നിങ്ങളുടെ പ്രായമുള്ള ഒരു സ്ത്രീയോട് നിങ്ങൾ എങ്ങനെയാണ് പെരുമാറുക. അതേപോലെ മക്കളോട് പെരുമാറണം. അതേപോലെ മക്കൾ ഫ്രണ്ട്സ് നമുക്ക് പറയാം, സുഹൃത്തുക്കളെ പോലെ പെരുമാറണം. പല ഉമ്മമാർക്കും അത് പറ്റുന്നില്ല. സുഹൃത്താവുക എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാ രഹസ്യങ്ങളും അവിടെ പറയണമെന്നല്ല ഇത്. നിങ്ങളെല്ലാ രഹസ്യങ്ങളും പറയണം. മറിച്ചെന്തറിയും, സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരോട് സംസാരിക്കുമ്പോൾ അതിലൊരു റെസ്പെക്റ്റ് ഉണ്ടാവും, ഒരു ബഹുമാനം ഉണ്ടാവും, ഒരു ആദരവുണ്ടാവും. ഈ ഒരു ആദരവോട് കൂടെ പെരുമാറുമ്പോൾ ഒരു കുഴപ്പവും അതുകൊണ്ട് പറ്റില്ല. അങ്ങനെ വരുമ്പോൾ എന്തറിയോ, നിങ്ങളുടെ മകൾ എല്ലാം ഒരു സുഹൃത്തിനോട് ആലോചിക്കുന്ന പോലെ നിങ്ങളോട് ആലോചിക്കും. കോളേജിലെയും സ്കൂളിലെയും എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യും. നിങ്ങൾക്ക് എന്തും അവരെ പഠിപ്പിക്കാൻ പറ്റും, എന്തും മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. എന്നാൽ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന നേരെ വിപരീതമാണ്. എന്തറിയോ, 12 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഉമ്മാർക്ക് മക്കളെക്കുറിച്ച് ബേജാറ് തുടങ്ങും. ഒരു ബേജാറ്, ഇവളെ ഏതെങ്കിലും വല്ല ആൺകുട്ടിയായിട്ടും വല്ല കണക്ഷൻ ഉണ്ടാക്കുമോ, ഒന്നാമത്തെ ബേജാറ് അതാണ്.
അവിടെ ഫോൺ നോക്കാൻ തുടങ്ങും, അവിടെ സ്കൂളിലെ കുട്ടികളെ അന്വേഷിക്കാൻ തുടങ്ങും, ഓരോ വിഷയങ്ങളും ഒരു ഫോൺ വരുമ്പോൾ അവിടുത്തെ എങ്ങനെ ആരോടെ സംസാരിക്കും നോക്കാൻ സംശയത്തോടുള്ള നിരീക്ഷണങ്ങൾ ആരംഭിക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ചെറിയ സംശയം തോന്നി ചോദിക്കും, എന്താ ഒറ്റയ്ക്ക് ഇങ്ങനെ ഫോൺ ചെയ്യണത്? എന്താ ഇത്രയധികം നിനക്ക് സംസാരിക്കാൻ ആരോടാ? എന്താ നിനക്ക് ഇങ്ങനെ പറയാനുള്ളത്? എന്താ പിന്നെ നീ ഒറ്റയ്ക്ക് ഇങ്ങനെ പോയി റൂമിലിരിക്കുന്നത്? നമ്മൾ ചോദിക്കും. നമ്മുടെ സംശയം കൊണ്ടാണ്, ബേജാറുകൊണ്ടാണ്, ഇഷ്ടം കൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ, കുറച്ച് മുതിർന്നു വരുമ്പോൾ നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങളിലൊക്കെ അവർ ചെറിയ സഹായം ചെയ്യണമെന്ന്. അത് നമ്മളെ സഹായിക്കാനല്ല. അവളൊരു അന്യ വീട്ടിൽ പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഈ വീട്ടിലത്തെ പോലെ ഇരിക്കാൻ പാടില്ലല്ലോ. അപ്പം എന്ത് ചെയ്യും? നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങളിൽ അവൾ സഹകരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും, നീ എന്താണ്, എത്ര പ്രായമായി നിനക്ക്? നീ ഇവിടെ ഇതിങ്ങനെ കിടക്കുമ്പോൾ നിനക്കൊന്ന് വന്നൂടെ, ഒന്ന് നോക്കിക്കൂടെ, ഒന്ന് സഹായിച്ചുകൂടെ? ഒരു പക്ഷെ നമ്മളത് പറഞ്ഞു തുടങ്ങുമ്പോഴും സ്വാഭാവികമായി എന്ത് ചെയ്യും? വീട്ടിൽ വന്ന ഒരു സ്വൈരമല്ല, എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. രണ്ടാമത്തെ കാര്യം അതാണ് വരാൻ പോകുന്നത്. മനസ്സിലായി? മൂന്നാമത്തെ ഒരു ആശങ്ക എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് എന്തെങ്കിലും വിഷമങ്ങൾ വരുന്നൊരു കാലത്ത് ഇവൾ എനിക്കൊരു ഉപകാരം ചെയ്യൂലേ, എനിക്ക് കിട്ടൂല എന്നാണ് തോന്നുന്നത്. കാരണം ഞാൻ പനിച്ചു കിടന്നാലും എന്ത് അസുഖം വന്നാലും അവൾക്കൊരു പ്രശ്നമല്ല. അപ്പോഴും നമുക്ക് തിരിച്ച് എന്തെങ്കിലും പറയാൻ തോന്നും. സത്യത്തിൽ സഹോദരിമാരെ, ഈ ആശങ്കകളൊക്കെ ആവശ്യമാണ്. പക്ഷെ എന്തുള്ളവരെങ്കിൽ അത് നമ്മളിങ്ങനെ അവരെ പറഞ്ഞതുകൊണ്ടോ ചീത്ത പറഞ്ഞതുകൊണ്ടോ നമ്മുടെ ഉദ്ദേശം മനസ്സിൽ മറച്ചു വെച്ചുകൊണ്ട് വേറെ എന്തെങ്കിലും പറഞ്ഞതുകൊണ്ടോ ഒന്നും അവർക്ക് മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞത് നല്ല ഒരു ഫ്രണ്ട്സായി, സുഹൃത്തിനെ പോലെ ഒരു ബഹുമാനത്തോടു കൂടെ നമ്മൾ പരസ്പരം കാര്യങ്ങൾ വിനിമയം ചെയ്യുമ്പോൾ അത് നടക്കും. അത് നടന്നില്ലെങ്കിൽ എന്താ ഉണ്ടാകുമെങ്കിൽ അതിൻ്റെ അവിടെ പറയും. ഒരു 12, 13 വയസ്സായി ഒരു 15 വയസ്സിലൊക്കെ പ്രവേശിക്കുമ്പോൾ നമ്മളിൽ നിന്ന് ഒരു നല്ല സുഹൃത്ത് ബന്ധം കിട്ടുന്നില്ലെങ്കിൽ അവർ പുറത്ത് സുഹൃത്തുക്കളെ അന്വേഷിക്കും. ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വന്ന ആ പെൺകുട്ടിയോട് ഞാൻ ചോദിച്ചു, അല്ല നീ പിന്നെ ഇവൻ്റെ കൂടെ കുറേ സമയം ഫോൺ ചെയ്യുന്നൊക്കെ പറഞ്ഞു, എന്ത് വിഷയത്തെക്കുറിച്ചാണ് ഇത്രയും സമയം പറയാ? പറഞ്ഞ ഉമ്മാനെ പറ്റി പറയണത്. ഈ കക്ഷിക്ക് ഫോൺ ചെയ്തിട്ട് ഉമ്മാനെ പറ്റി. അപ്പം ഉമ്മാനെ പറ്റി എന്താ പറയാനുള്ളത്? ഒന്നുമില്ല, ഉമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഒരു സ്വൈരം വീട്ടിൽ വന്നാൽ തരില്ല എന്നാണ്. അപ്പം ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് ഞങ്ങൾക്ക് പറഞ്ഞത്, എനിക്ക് കിട്ടിയ കാര്യം ഞങ്ങൾക്ക് പറഞ്ഞത്. സഹോദരിമാരെ, വീട്ടിൽ വരുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നിങ്ങൾ എല്ലാവരോടും നല്ല നിലയ്ക്ക് പെരുമാറുന്നതാണ് കുട്ടികൾ കാണുന്നത്. നിങ്ങളുടെ അനുജത്തിയോട്, ജ്യേഷ്ഠത്തിയോട് എല്ലാവരോടും സന്തോഷത്തോടെ പറയുമ്പോൾ അതേപോലെ പ്രായമുള്ള ഒരു പെൺകുട്ടി നിങ്ങളുടെ വീട്ടിലുണ്ടാകുമ്പോൾ അവളോട് മാത്രം ഇങ്ങനെ എപ്പോഴും ദേഷ്യപ്പെട്ടും എപ്പോഴും കോപിച്ചും വർത്തമാനം പറയുമ്പോൾ സ്വാഭാവികമായും അവളുടെ മനസ്സ് തളരും. അവൾ വിചാരിക്കും, ഞാൻ എന്തൊരു കുറ്റാ ചെയ്തത്, ഞാൻ എന്തൊരു തെറ്റാ ചെയ്തത് എന്ന് അവൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഞാൻ അങ്ങനെയുള്ള പെൺകുട്ടികളോട് ഇരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗം പറയല്ല, നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. തിരിച്ചൊരു കാര്യമുണ്ട്, പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, തൻ്റെ ഉമ്മമാർ ഏറ്റവും അധികം നല്ല പ്രതീക്ഷകൾ നമ്മളിലാണ് വെക്കുന്നത്. അതനുസരിച്ചുള്ളൊരു പെരുമാറ്റ രീതി അവരോട് കാഴ്ചവെച്ചില്ലെങ്കിൽ അവരുടെ ഒരു അതൃപ്തിയും അവരുടെ ഇഷ്ടക്കുറവും വന്നാൽ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ പാപം ഹുഖൂഖുൽ ബാലിദ് അക്ബറുൽ കബായിർ, ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത് അതുതന്നെയാണ്. ഉമ്മൻ്റെയും വാപ്പൻ്റെയും വെറുപ്പുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ശിർക്കിനോടൊപ്പം നിൽക്കുന്ന നബി സല്ലല്ലാഹു ചേർത്ത് പറഞ്ഞ പാപമാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് ആ മര്യാദകൾക്കനുസരിച്ച് പെരുമാറാനുള്ള അവസരങ്ങൾ നമ്മൾ സൃഷ്ടിക്കാം. സഹോദരിമാരെ, ഞാൻ ദീർഘിച്ച് പറയല്ല, നമ്മളിങ്ങനെ വിളിച്ച് ചേർത്തതിലൊരു പശ്ചാത്തലമുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകാൻ പറ്റും. നമുക്ക് നമ്മുടെ കുട്ടികളെ മാറ്റിയെടുക്കാനുള്ള മാർഗം എന്താണെന്ന് വെച്ചാൽ അവർക്ക് നല്ല പ്രായത്തിലും സമയത്തിലും ഇസ്ലാമികമായ ബോധം അവർക്ക് നൽകുക. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി അവളെ ക്ലാസ് തന്നെ പഠിക്കുന്ന ഒരു ചെക്കൻ്റെ കൂടെ ട്രെയിൻ കയറി പോയി. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ബന്ധുക്കളൊക്കെ പാടെ പോലീസിൻ്റെ സഹായത്തോടെ പിടിച്ചു കൊണ്ടുവന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 15 വയസ്സുകാരിയെ വീട്ടിൻ്റെ റൂമിൽ അടച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് 2 കാര്യമേ പറയാനുള്ളൂ. അതുവരെ ഒന്ന് മുഖത്ത് നോക്കി വർത്താനം പറയാത്ത അവൾ പറഞ്ഞു 2 കാര്യം. ഒന്ന്, ഞാൻ ആരെ കൂടെയാണ് പോയത് അവൻ്റെ കൂടെ എന്നെ കല്യാണം കഴിച്ച് പറഞ്ഞേക്കാം, അതല്ലെങ്കിൽ ഞാൻ മരിക്കും. 2ൽ ഏതാ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുക? ആ വീട്ടിൽ നിന്ന് വിളി വന്നു, എന്ത് ചെയ്യുന്നു? ഇത് 2ഉം പറ്റൂലല്ലോ, പിന്നെ ഏതാ മൂന്നാമത്തത്? അപ്പം അവർ കണ്ട മാർഗ്ഗമാണെന്ത്? ഒരു നല്ല ഉപദേശമൊക്കെ കൊടുത്താൽ മനസ്സ് മാറി കിട്ടിയാലോ, അതാണ് പ്രതീക്ഷ. സഹോദരിമാരെ, അപ്പം ഉപദേശിക്കുന്നതിനേക്കാൾ നല്ലത് മുൻകൂട്ടി പറഞ്ഞു കൊടുക്കലാണ് നല്ലത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇന്നിപ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങളിങ്ങനെ വന്നതുകൊണ്ട് ഇസ്ലാമികമായി നമുക്ക് പറയാൻ പറ്റി. അപ്പോൾ നിങ്ങൾ ഇത്തരം ഒരു ക്ലാസ്സിൽ ഇന്ന് വന്നിട്ടില്ലെങ്കിലോ നിങ്ങളിത് കേൾക്കുമോ? ഈ അറിവ് നിങ്ങൾക്ക് ലഭിക്കുമോ? ഒരു പക്ഷേ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രയോജനങ്ങൾ ലഭിക്കുമോ? ഒരിക്കലുമില്ല. ഇതുപോലെ നിങ്ങളുടെ കുട്ടികളും ഇതുപോലെ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ അവർക്കും ഇതിൻ്റെ പ്രയോജനം കിട്ടൂല.
നിങ്ങൾക്കൊരു വലിയ സന്തോഷമുള്ളത്, എല്ലാ വർഷങ്ങളും നടക്കുന്ന 10-18 പ്രാവശ്യം നമ്മൾ നടത്തിയ പ്രോഫ്കോൺ നിങ്ങളുടെ ഈ ഇവിടെ പിന്നെ നമ്മുടെ കാസർഗോഡിൻ്റെ ഇവിടെയാണ് നടക്കാൻ പോകുന്നത്. ഇതിൽ ഏറ്റവും വലിയൊരു സൗകര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ഞങ്ങളൊക്കെ ഈ പ്രോഫ്കോൺ നടക്കുന്ന അന്ന് 3 ദിവസവും അവിടുത്തെ കൗൺസിലിംഗ് സെൻറ്ററിൽ ഇരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾക്ക്. അവിടെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 കേസസ്, എൻജിനീയറിങ്ങിനും മെഡിക്കൽ കോളേജിലും പഠിക്കുന്ന കുട്ടികളിൽ നിന്നും ആ കുറച്ച് സമയത്തെ ക്ലാസ്സിൽ കേട്ടാൽ അവർക്ക് മനസ്സ് മാറും. അപ്പോൾ പ്രോഫ്കോണിൻ്റെ 3-ാമത്തെ ദിവസവും 2-ാം ദിവസമൊക്കെ ആകുമ്പോഴേക്കിനും കൗൺസിലിംഗ് സെൻറ്ററിലേക്ക് ഒഴുക്കായിരിക്കും. എന്തിന്? അവർക്ക് ഏതെങ്കിലും ആൺകുട്ടികളുടെ അവിഹിത ബന്ധം ഉണ്ടാവും, അതിനൊന്ന് വേറിട്ട് കിട്ടാനുള്ള വഴി അവർ ചോദിച്ചു വരും. അതേപോലെ തന്നെ ഡ്രഗ്സിനൊക്കെ അടിമയായിട്ട്, ലഹരികൾക്ക് അടിമയായ കുട്ടികൾ അതിന് രക്ഷപ്പെടാനുള്ള വഴികളെക്കുറിച്ച് ചോദിച്ചു വരും. എത്രയോ മാറ്റങ്ങൾ ആ വരുന്ന കുട്ടികൾക്ക് അവിടെ വെച്ച് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളൊന്ന് പരിശ്രമിച്ചാൽ നടക്കും. നമ്മുടെ കുടുംബങ്ങളിലും ബന്ധുക്കളിലും എവിടെയൊക്കെ എൻജിനീയറിങ്ങിനും അതേപോലെ തന്നെ MBBS-നൊക്കെ പഠിക്കുന്ന, നഴ്സിങ്ങിനൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടോ, ആ കുട്ടികളെ നിങ്ങളൊന്ന് ആലോചിക്കണം. ഇരുന്നിട്ട് ആലോചിച്ചിട്ട് അവരുടെ നമ്പർ എടുത്ത് വിളിച്ചിട്ട്, കാസർഗോഡ് ഇവിടെ വെച്ചിട്ടാണ് ഇപ്രാവശ്യത്തെ നിങ്ങൾക്കുള്ള ക്യാമ്പ്, 3 ദിവസത്തെ ക്യാമ്പാണ്, അതുകൊണ്ട് എന്തായാലും വരണം. അപ്പോൾ നിങ്ങളൊരു വ്യാഴാഴ്ച നിങ്ങളെ വീട്ടിലേക്ക് വരാൻ വേണ്ടി പറയാം. നമ്മൾ എന്ത് ചെയ്യുക, അവരെവിടെ പോയി കൊണ്ടുപോയി ആക്കുക. നിങ്ങളിവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു രക്ഷിതാവുകൾക്ക് ഇവിടെ ഉണ്ടാവുമല്ലോ എന്ന സമാധാനത്തിൽ ഇവിടെ നിന്നും കുട്ടികൾ വരും. നിങ്ങളുടെ കുട്ടികൾ എന്തായാലും നിങ്ങൾ പങ്കെടുപ്പിക്കും. ഒരു വേള മറ്റൊരു കുട്ടിയെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കണ്ടുപിടിച്ച് നിങ്ങൾ കൊടുക്കണം. ഒരു പക്ഷേ അതൊരു വലിയ മാറ്റമായിരിക്കും. ഞാനൊരു പരിപാടി കഴിഞ്ഞ് ഒരു വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയപ്പോൾ ഇരിക്കുമ്പോൾ അവിടെ ഒരു പയ്യനിരിക്കുന്നു, ചെറിയൊരു താടിയൊക്കെ ആയിട്ട് ഒരു ചെറുപ്പക്കാരിരിക്കുന്നു. അപ്പോൾ എനിക്ക് പറഞ്ഞു, ഇതിൻ്റെ മരുമകനാണ്. എന്താ പേരൊക്കെ ഞാൻ ചോദിച്ചു, പറഞ്ഞു അവൻ ഡോക്ടറാണ്, ഇന്ന ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അന്തം വിട്ടു, ഇത്രമാത്രം ഒരു ഇസ്ലാമിക രൂപത്തിൽ ഇവനെ കാണാൻ കാരണം എന്തെന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു, ഇവൻ നമ്മളെ സജീവമായിട്ടുള്ള നിങ്ങളുടെ ഒരു പ്രവർത്തകനൊന്നല്ല, പക്ഷെ അവൻ ഒരു പ്രാവശ്യം ഒരു പ്രോഫ്കോണിൽ പങ്കെടുത്തിട്ടുണ്ട്. ആ പ്രോഫ്കോണിൽ പങ്കെടുത്തതിന് ശേഷം അവൻ്റെ ദീനി ചിട്ടകൾ വളരെ കൃത്യമായി നടക്കുന്നുണ്ട്. അവൻ പ്രവർത്തന രംഗത്തൊന്നുമില്ലെങ്കിലും അവൻ്റെ നമസ്കാരത്തിലും അവൻ്റെ മറ്റു കാര്യങ്ങളിലും ഹോസ്പിറ്റലിലാണ് എവിടെയെങ്കിലും അവൻ വീഴ്ച വരുത്തില്ലെന്നാണ്. ഒരു 3 ദിവസം കൊണ്ട് നിങ്ങളുടെ കുട്ടി ഒരു ജീവിതകാലം മുഴുവൻ ദീനിയായി മാറുമെങ്കിൽ സഹോദരിമാരെ, ഇനിയൊരു ചാൻസ് കാസർകോട്ടേക്ക് ഇത് വരാൻ ഒരു പക്ഷേ താമസം വരും. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധുക്കളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പങ്കെടുപ്പിക്കാനുള്ള ഏറ്റവും നല്ല ഒരവസരമാണ് ഇവിടെ നമുക്ക് ഒരുങ്ങിയിരിക്കുന്നത്. അത് നിങ്ങൾ വളരെ ഗൗരവത്തോടെ കാണണം. അതിൽ നിങ്ങളുടെ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും പങ്കെടുക്കാൻ ശ്രമിക്കണം. അതിലുപരി നിങ്ങൾക്കറിയാം, ഈ വരുന്ന കുട്ടികളിൽ വലിയൊരു ശതമാനം പെൺകുട്ടികളായിരിക്കും. ഇപ്പം പെൺകുട്ടികളായിരിക്കും, അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കൂടെയുള്ള MSM-കാരായ ആൺകുട്ടികൾക്ക് പറ്റില്ലല്ലോ. അതുകൊണ്ട് അവർക്കൊരു വേറെ ലോകമാണ് പ്രോഫ്കോണിൽ ഉണ്ടാവുക. അവിടെ താമസം വേറെ ആയിരിക്കും, അവിടെ ഭക്ഷണം വേറെ ആയിരിക്കും, എല്ലാം വേറെ ആയിരിക്കും, ഓഡിറ്റോറിയം വേറെ ആയിരിക്കും. അതുകൊണ്ട് അവർക്ക് തൽക്കാലം ഈ നാട്ടിൽ വരുമ്പോൾ സൗകര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ ചില ആളുകൾ ഭർത്താവ് കൂടെ അല്പം ഫ്രീ ഉള്ള ആ ഒരു 3 ദിവസത്തേക്ക് തൽക്കാലം നിങ്ങളുടെ ഭർത്താവിനെയോ മക്കളെയോ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്കൊരു എസ്കോർട്ടായി കൂടെ കൂട്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ തൊട്ട് അടുത്ത സ്ഥലങ്ങളിലായിരിക്കും നടക്കുന്ന സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കും. അവിടെ നിങ്ങളൊരു 8-10 സ്ത്രീകൾ അവർക്കൊരു വളണ്ടിയർമാർ എന്നുള്ള നിലക്ക് നിങ്ങളുടെ നാട്ടിൽ വരുമ്പോൾ ഒരു അതിഥികൾ എന്ന നിലക്ക് നിങ്ങൾ ആരെങ്കിലും തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ ആ കാര്യം ഒന്ന് നമ്മുടെ ബന്ധപ്പെട്ട ആളുകളെ അറിയിച്ചാൽ വലിയ സഹായകമാകും. പൊതുവെ മലപ്പുറം ജില്ലയിൽ നിന്നൊക്കെയുള്ള ആളുകളാണ് ഇങ്ങോട്ടേക്ക് വരുന്ന സ്ത്രീകൾ. അവർക്കൊക്കെ ഇവിടെ വന്നിട്ട് ഇവർക്ക് വളണ്ടിയർ ആവുക എന്ന് പറഞ്ഞാൽ അതിൻ്റേതായ കുറേ വിഷമങ്ങളുണ്ട്. ഇവിടെ ആകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോകാനും തിരിച്ചു വരാനും ഒക്കെ പറ്റും. അത് കുറച്ച് ആളുകൾ ആ നിലക്കും ഒരു സന്നദ്ധത പ്രകടിപ്പിച്ചാൽ നിങ്ങൾക്ക് അവിടെയുള്ള ക്ലാസ്സുകൾ കേൾക്കാൻ അവസരമാകും. പുറത്തുനിന്ന് വരുന്ന ധാരാളം കുട്ടികളെ നിങ്ങൾക്ക് പരിചയപ്പെടാൻ പറ്റും. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികളുമായി നിങ്ങൾക്ക് പരിചയങ്ങളുണ്ടാകും, ബന്ധങ്ങളുണ്ടാകും. എല്ലാ നിലക്കും അത് സഹായകമാകും. ഇവിടെ വന്നിട്ടൊരു പെൺകുട്ടി പ്രയാസപ്പെടുന്നൊരവസ്ഥ ഉണ്ടാവരുത്. ചിലപ്പോൾ കുട്ടികൾക്ക് വല്ല അസുഖമോ ബുദ്ധിമുട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെ വല്ല ആശുപത്രിയിലൊക്കെ കൊണ്ടുപോകണമെങ്കിലൊക്കെ ഇവിടെയുള്ളവർക്കേ പറ്റുള്ളൂ. അതുകൊണ്ട് ആ രംഗത്തും നിങ്ങളുടെ ഒരു സഹായം കാര്യമായി വേണമെന്ന് ഓർമ്മപ്പെടുത്താണ്. സഹോദരിമാരെ, ഞാൻ അവസാനിപ്പിക്കുന്നു. മരണത്തിന് ശേഷം ഭൂമി നമുക്ക് വേണ്ടി വഴിമാറി തരികയും നമ്മൾ വീണ്ടും ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിൽ നരകമോ സ്വർഗമോ എന്ന് നമുക്കറിയില്ല. സ്വർഗമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുക. നിങ്ങളുടെ വേഷത്തിലും സ്വഭാവത്തിലും ഇസ്ലാമികമായൊരു സ്ത്രീയുടെ മര്യാദകളിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതികൂലതകളെയും സംതൃപ്തിയോടുകൂടെ ഏറ്റുവാങ്ങി നാളെ പരലോകത്ത് പ്രതിഫലമുണ്ടാകുമെന്ന വിശ്വാസത്തോടുകൂടെ സഹിക്കാനും ക്ഷമയോടുകൂടെ പ്രതിഫലം ആഗ്രഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും നിങ്ങൾ പരിശ്രമിക്കണം. നമ്മുടെ കുട്ടികളെ നല്ല രൂപത്തിലാക്കി തീർക്കാതില്ലാണ് നമ്മുടെ ഈ ലോകത്തെ ഏറ്റവും വലിയ സ്വപ്നം. അവരാണ് നമുക്ക് ഏറ്റവും വലിയ സമ്പാദ്യം. മരിച്ചാലും അവരാണ് നമുക്ക് ഉപകാരപ്പെടുക.
അതുകൊണ്ട് ഒരു പുതിയ തലമുറയെ വളർത്തിയെടുക്കാൻ നിങ്ങൾ പരിശ്രമിക്കുക. പുറത്തുള്ള നിങ്ങളുടെ സ്വന്തം മക്കളെ വളർത്തുന്നതോടൊപ്പം നമ്മുടെ ഈ MSMകാർ ചെയ്യുന്ന ഈ സേവനങ്ങളിലും നിങ്ങളുടെ പങ്ക് ഉണ്ടാകണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ വേറൊരു ചെറിയ കാര്യം സന്ദർഭത്തിൽ നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ ഭർത്താക്കന്മാരായിരിക്കും ഇവിടുത്തെ സംഘാടകർ. ദയവ് വിചാരിച്ച ആ 3 ദിവസം അവരവിടുത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളെ കാര്യത്തിൽ വരുന്ന ചെറിയ വീഴ്ചകൾ നിങ്ങൾ തൽക്കാലം ക്ഷമിക്കണം. കാരണം നമുക്ക് എല്ലാവർക്കും അനുഭവപ്പെടുന്ന കാര്യമാണ്. വീട്ടിൽ നിന്ന് ഭർത്താക്കന്മാർ 3 ദിവസം ഒഴിഞ്ഞു പോകുമ്പോൾ അവിടെ ധാരാളം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അവിടെ തൽക്കാലം ഈ പ്രോഫ്കോണിൻ്റെ ഒരു മഹത്വം മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, അങ്ങോട്ടൊരു സഹായം ചെയ്തു കൊടുക്കുക. ആ 3 ദിവസം എന്തായാലും ഇവിടെ ഉണ്ടാവില്ലല്ലോ എന്ന നിലയ്ക്ക് നിങ്ങൾ തന്നെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രോഗ്രാം ചെയ്ത് അങ്ങനത്തെ ആളുകൾ അതിനുവേണ്ടി ഒന്ന് പ്രേരിപ്പിക്കണം. എന്താണ്, ഞങ്ങൾ ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം ഇവിടെ മാത്രമേ ആ നിർദ്ദേശം ലഭിക്കാത്തുള്ളൂ. എവിടെ ചെല്ലുമ്പോഴും കയറുന്ന കോണിപ്പടിയിൽ ചെറുപ്പക്കാർ കാത്തു നിൽക്കും. നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ ഒന്ന് പറയണം, ഞങ്ങൾ ഈ ദീനി പ്രവർത്തനത്തൊക്കെ പോകുന്നതിന് ഒരു സപ്പോർട്ട് തരാൻ നിങ്ങൾ ഭാര്യയോടൊന്ന് പറയണമെന്ന് ക്ലാസ്സുകളിൽ പറയാൻ ഞങ്ങൾക്ക് നിർദ്ദേശം തരാറുണ്ട്. നിങ്ങൾക്ക് നഷ്ടം വിട്ടുപോകും. കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരു ഭർത്താവ് ചെയ്യുന്ന എല്ലാ ദീനി കാര്യങ്ങൾക്കും എത്ര കൂലി അയാൾക്ക് കിട്ടുമോ അത്ര കൂലി നിങ്ങൾക്കും കിട്ടും. അതിലും കുല്ല ചെയ്യും. പക്ഷെ ആ കൂലി കിട്ടണമെങ്കിൽ എന്ത് വേണം? അയാളെ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് നമുക്ക് മാനസികമായ പിന്തുണ വേണം. ചെറിയൊരു വെറുപ്പ് വെച്ചാലും അവർ ചെയ്യേണ്ട കാര്യം ചെയ്യും. നമ്മളെത്ര ദേഷ്യം പിടിച്ചാലും അവർ കൊണ്ട വഴിക്ക് പോകും. പക്ഷെ വെറുതെ ആ ഒരു മാനസിക അസംതൃപ്തി കൊണ്ട് ഒരു കൂലി കളയുന്നത് എന്തിന് എന്നാണ് ഞാൻ സ്നേഹത്തോടുകൂടെ നിങ്ങളോട് ചോദിക്കുന്നത്. ഏതായിരുന്നാലും എനിക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും ഒരു സ്ത്രീകൾ മാത്രമുള്ളൊരു സദസ്സിൽ കിട്ടേണ്ട പരമാവധി അച്ചടക്കം നിങ്ങൾ പാലിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ക്ലാസ്സിൻ്റെ ഒരു തകരാറാണ്. പലർക്കും പല പ്രശ്നങ്ങളുണ്ടാവും. ഞങ്ങളൊക്കെ കോളേജ് ക്ലാസ് എടുക്കുകയാണെങ്കിലും ഇവിടെ ക്ലാസ് എടുക്കുകയാണെങ്കിലും പൂർണ്ണമായ ഒരു ശ്രദ്ധയിലെ ക്ലാസ് എടുക്കാൻ സാധിക്കുള്ളൂ. അത് നമ്മുടെയൊക്കെ ഒരു തകരാറാണ്. ആ തകരാറുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. നമ്മൾ സ്വാഭാവികമായും ഇതൊരു നല്ല സദസ്സാണ്. ഇവിടെയുള്ള ദീനിയായ സംരംഭങ്ങൾ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. ഇൻഷാ അല്ലാഹ് ഒരു ദീനിയായിട്ട് വളർന്നു വരാൻ നിങ്ങൾ ഉത്സാഹിക്കണം. നിങ്ങളിലാണ് നമ്മുടെ ഭാവി തലമുറയുള്ളത്. അവർക്ക് നല്ല ദീനി ആവേശം പകരാനും അവരെ യഥാർത്ഥമായ സ്വഹാബത്തിൻ്റെ മാർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന തൗഹീദിൻ്റെ പ്രചാരകരാക്കുന്ന ആ വഴിയിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കണം. നമ്മുടെ വിസ്ഡം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. കേരളത്തിലെ മുഴുവൻ വീടുകളിലും ഇസ്ലാമിക സന്ദേശം എത്തിക്കലാണ് നമ്മുടെ ലക്ഷ്യം. അതിനുള്ള പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ പ്രദേശങ്ങളിലെ എല്ലാ വീടുകളിലും നമ്മുടെ സ്ക്വാഡുകൾ പോകും. ആളുകൾ നമ്മൾ ക്ഷണിക്കും. അതിനെ പരിപാടികളിൽ നിന്ന് കേരളത്തിൽ എത്രയോ ഭാഗങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ സ്ക്വാഡ് നടന്നു. ആയിരക്കണക്കിന് വീടുകൾ ഞങ്ങളുടെ നാട്ടിൽ ആളുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ഭാഗത്തും എൻലൈറ്റിംഗ് കോൺഫറൻസ് ഇവിടെ നടന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങളും ആ ലഘുലേഖകളും സീഡികളും വാങ്ങി നിങ്ങളുടെ അയൽപക്കത്തുള്ള സഹോദരിമാർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തണം. അള്ളാഹു ഈ ദീനിൻ്റെ വഴിയിൽ കൂട്ടായ്മയിലൂടെ പ്രവർത്തിക്കുവാനും അതിൻ്റെ പ്രതിഫലം പരലോകത്ത് ഏറ്റുവാങ്ങാനും കബറിലും പരലോകത്തിലും സമാധാനവും സന്തോഷവും നിതാന്തമായി നിത്യമായി അനുഭവിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മൾ വന്നുപോയ തെറ്റുകളെ അള്ളാഹു ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ നാഥ. ഞങ്ങളുടെ മക്കളെ ഏറ്റവും നല്ല വഴിക്ക് നയിക്കുകയും അവരിൽ നിന്നും പ്രാർത്ഥനകളും നന്മകളും ജീവിതത്തിലും മരണത്തിലും മരണാനന്തരത്തിലും ലഭിക്കുന്ന സൗഭാഗ്യവാന്മാർ ഞങ്ങൾ ഉൾപ്പെടുത്തണമേ നാഥ. ഞങ്ങളുടെ ദാമ്പത്യ ബന്ധങ്ങളെ സമാധാനകരവും സുഖകരവും സന്തോഷകരവുമാക്കി തീർക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളെപ്പറ്റി തൃപ്തിപ്പെടുന്ന ഒരവസ്ഥയിൽ അവരോട് പെരുമാറുവാനും വർത്തിക്കുവാനും ഞങ്ങൾക്ക് നീ അവസരമുണ്ടാക്കണമേ നാഥ. ഈ ദീൻ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഈ പരിശ്രമങ്ങളെ നീ വിജയിപ്പിക്കണമേ നാഥ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക തവ്വാബുർ റഹീം. റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്.